ദേവാः ഭദ്രം ഓം സ്വസ്തി ഇന്ദ്രോ വൃദ്ധസ്രവാഃ സ്വസ്തി പൂഷാ വിശ്വവേദാഃ സ്വസ്തി സാക്ഷിയോ വരിഷ്ഠനേഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. രണ്ടാമത്തെ ഖണ്ഡത്തിൽ നമ്മൾ കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വൈദിക കർമ്മങ്ങൾ സാമ്യമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വർഗാദിഫലവും അവർക്ക് ദക്ഷിണായന ഗതിയും സ്വർഗാദിഫലവും അല്ലാതെ ഈ കാട്ടിലൊക്കെ പോയി തപസ് ചെയ്യുന്ന ആളുകൾക്ക് ഉത്തരായണവും ബ്രഹ്മലോകപ്രാപ്തിയും ഉണ്ടാകുന്നു. അപ്പോൾ ഇത് രണ്ടും നശിച്ചു പോകുന്നതാണ്. ബ്രഹ്മലോകം നശിക്കത്തില്ല, പക്ഷേ അവിടെ ചെല്ലാൻ വളരെ വിഷമമാണ്. കർമ്മം കൊണ്ട് ഒരിക്കലും അകർമ്മമായ ഒരു കർമ്മം കൊണ്ട് ഉണ്ടാകാത്തതായ എന്നും ഒരേപോലെ നിൽക്കുന്ന ആ വസ്തുവിനെ അറിയാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ആ ജിജ്ഞാസു ഒരു ഗുരുമേവാഭിഗച്ഛേത്, ഒരാളിൽ നിന്ന് കേൾക്കണം. സമിൽപ്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ സമിൽപ്പാണിയായി, അതായത് ഒരു വിനയത്തോടുകൂടി അവരെ പഠിപ്പിക്കാനല്ല ചെല്ലുന്ന ഗുരുവിന് അവരെന്ത് പറയുന്നു എന്നറിയാൻ. പക്ഷെ ബ്രഹ്മനിഷ്ഠനായിരിക്കണം. വെറുതെ ഒരു ഗുരുവിനെ അവരെന്താ പറയുന്നത് എന്ന അല്ല, ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ പ്രാപിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കും. അവർക്ക് ആ ശിഷ്യന് ഒരു ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നതാണല്ലോ ഈ രണ്ടാം മുണ്ടകം, ആദ്യത്തെ ഖണ്ഡം. പരാവിദ്യയെല്ലാം പറഞ്ഞ് പരാവിദ്യ തദേകൽ സത്യം, നേരത്തെയും പറഞ്ഞത് തദേകൽ സത്യം കർമാണി, കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് വ്യാവഹാരിക സത്യമാണ്, അല്ലാതെ പരമാർത്ഥമല്ല. ഇവിടെ പറയുന്നത് പരമാർത്ഥ സത്യമാണ്. തദേകൽ സത്യം, ഇതാണ് സത്യം. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗ്യാഃ സഹസ്രശ പ്രഭവന്തി സ്വരൂപാഃ തഥാ അക്ഷരാത് വിവിധാഃ സൗമ്യഭാവാഃ പ്രജായന്തി തത്ര ദൈവാഭിയന്തി. അപ്പോൾ നമ്മൾ എന്തിനെ കാണുന്നു അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഇല്ലേ? നമ്മളിപ്പോൾ പ്രപഞ്ചമാണ് കാണുന്നത്. നമ്മൾ അനേകം ജീവന്മാരിങ്ങനെ വ്യവഹരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവന്മാരെല്ലാം എവിടെ നിന്നുണ്ടായി എന്നാണ് ജിജ്ഞാസുവിൻ്റെ സംശയം. ഗുരു പറഞ്ഞു, യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗ്യാഃ, നല്ലതുപോലെ കത്തിച്ചൊലിക്കുന്ന ഒരു അഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗങ്ങൾ, തീപ്പൊരികൾ പുറപ്പെടുന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. മറ്റേതൊരു വളരെ ഇന്ധനങ്ങളൊക്കെ ഇട്ട് വലുതായിട്ട് കത്തിച്ചൊലിക്കുന്നവരാണ്. ഇവിടെ വളരെ ചെറുതായിട്ട്, അവിടെയും ഉണ്ട് അഗ്നിയുണ്ട്, അഗ്നിയുടേതായ വെളിച്ചമുണ്ട്, ഒരു ഉപാധിയുണ്ട്. അപ്പം അഗ്നി എന്തുകൊണ്ട് ഇവിടെ ഒരിടത്ത് വലുതായിരിക്കുന്നു ഒരിടത്ത് ചെറുതായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരിടത്തെ അഗ്നി അതിൻ്റെ ഉപാധി വളരെ ഇന്ധനങ്ങളിട്ടതാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ ഉപാധിയുള്ളൂ, അതുകൊണ്ട് അപ്പോൾ ആ വലിയ തീക്കുണ്ടത്തിലുള്ള അഗ്നിയും ഈ ചെറിയ തീപ്പൊരിയിലുള്ള അഗ്നിയും പോലാണ് ഈശ്വരനും ജീവനും. ഈശ്വരനിൽ ആ വലിയ അഗ്നി, ആ വലിയ ഉപാധിയിൽ അത്രയും വലിയ അഗ്നി, ജീവനിലോ ചെറിയ ഒരു ഉപാധിയിൽ വളരെ ചെറുതായൊരു. സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗ്യാഃ സഹസ്രശ പ്രഭവന്തി സ്വരൂപാഃ തഥാ അക്ഷരാൽ വിവിധാഃ സൗമ്യഭാവാഃ പ്രജായന്തി തത്ര ദൈവാഭിയന്തി. അക്ഷരനിൽ നിന്നും വിവിധങ്ങളായ ഭാവങ്ങൾ, ജീവന്മാർ, അനേക രീതിയിലുള്ള ജീവന്മാരുണ്ടായിട്ട് അവിടെ തന്നെ വിലയിക്കുന്നു. ഈ ജീവന്മാരെല്ലാം ആ അക്ഷരനിൽ തന്നെ വിലയിക്കുന്നു. അപ്പോൾ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ഈശ്വരനിൽ വന്ന ഈശ്വരൻ്റെ ഒരു അംശം തന്നെയാണ്. ഈശ്വരൻ്റെ അംശമാണ്. ഒടുവിൽ ഈശ്വരൻ പോയി ലയിക്കുകയും വേണം.
അപ്പോഴേ തീരുള്ളൂ. നമ്മൾ വായിച്ചതായിരുന്നില്ലേ. ഇനിയും രണ്ടാമത് നാമരൂപ ബീജഭൂതാത് അവ്യാകൃതാഖ്യാത് സ്വവികാരാപേക്ഷയ പരാത് അക്ഷരാത് പരം യൽ സർവോപാധി ഭേദവർജിതം അക്ഷരസ്യൈവ സ്വരൂപം ആകാശസ്യൈവ സർവമൂർത്തിവർജിതം നേതി നേതീത്യാദി വിശേഷണം വിവക്ഷന്നാഹ. ഇനിയും പറയാൻ പോകുന്നത് ഇതാണ്. അതായത് നാമരൂപ ബീജഭൂതാത് അക്ഷരാത്. നമ്മൾ പറഞ്ഞു അക്ഷരമാണ് ഏറ്റവും സൂക്ഷ്മം എന്നെല്ലാം പറഞ്ഞു. ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ്, ഈ നാമരൂപത്തിൻ്റെ ബീജം ആ അക്ഷരനിലുണ്ട്. അപ്പം ഇതിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം ബീജം അവിടെ ഉണ്ട്, സബീജമാണത്. നാമരൂപ ബീജഭൂതാത് അവ്യാകൃതാത് അവ്യാകൃതാഖ്യാത്. അപ്പോൾ അവ്യാകൃതം എന്ന് പറയുന്നത് ആകാശോപാധിക ചൈതന്യമാണ്. അതാണ് അക്ഷരം. ഈ അക്ഷരം എന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ ബീജം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ബീജഭൂതാത് അവ്യാകൃതാഖ്യാത്. പിന്നെ എന്തുകൊണ്ടാണ് അക്ഷരം, നേരത്തെ പറഞ്ഞല്ലോ അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞത്. എങ്ങനെയാണ് ശ്രേഷ്ഠം? സ്വവികാര അപേക്ഷയാ പരാത്. സ്വവികാരം, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അക്ഷരങ്ങളിൽ നിന്നാണ്. ഈ പ്രപഞ്ചത്തെക്കാളെല്ലാം പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെക്കാളും ശ്രേഷ്ഠം ഈ അക്ഷരൻ്റെ ബീജമായിരിക്കുന്ന ഈ അക്ഷരനാകുന്നു. സ്വവികാരാത് പരാത്. സ്വവികാര അപേക്ഷയാ പരാത്. സ്വവികാരം എന്താണ്? പ്രപഞ്ചമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കാളും ശ്രേഷ്ഠമാണ്, സൂക്ഷ്മമാണ് ഈ ഈശ്വരൻ്റെ സാന്നിധ്യം കൂടുതലുള്ളതാണ്, ബ്രഹ്മസാന്നിധ്യം കൂടുതലുള്ളതാണ് പര അക്ഷരം. അതുകൊണ്ടാണ് അതിന് ഏറ്റവും പരമായിരിക്കുന്നു എന്ന് പറയുന്നത്. പരാദക്ഷരാത് അതിനേക്കാളും പരമായിട്ട് യൽ സർവോപാധി ഭേദ വിവർജിതം അക്ഷരസ്യൈവ സ്വരൂപം പരാദക്ഷരാത് പരം. ഈ പറഞ്ഞ സർവത്തിനും ബീജഭൂതമായിരിക്കുന്ന അക്ഷരനേക്കാളും ശ്രേഷ്ഠമായി, അതിനേക്കാളും ശ്രേഷ്ഠമായി യൽ സർവോപാധി ഭേദ വിവർജിതം, എല്ലാ ഉപാധിഭേദങ്ങളൊന്നുമില്ലാതെ തന്നെ അക്ഷരസേവ സ്വരൂപം ആകാശസേവ. അതായത് ഇതൊന്നുമില്ല. ഈ മറ്റേതിൻ്റെ ബീജം അതിസൂക്ഷ്മമായ ആ ഒരു ബീജം അവിടെ ഇരിപ്പുണ്ട് ഈ അക്ഷരൻ. ഈ ഇപ്പം പറയാൻ പോകുന്ന ഈ അക്ഷരനിൽ യാതൊരു ഒരു ബീജം ഒന്നിൻ്റെയും കാരണമല്ലത്. അക്ഷരസേവ സ്വരൂപം ആകാശസേവ സർവമൂർത്തിവർജിതം. ആകാശം പോലെ, ആകാശത്തിന് പ്രത്യേക ആകൃതിയൊന്നുമില്ലല്ലോ. അപ്പോൾ സർവമൂർത്തിവർജിതം നേതി നേത്യാദി വിശേഷണം ലക്ഷണം. അതിനെ നിർദ്ദേശിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നേതി. ഇതല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വന്ന അക്ഷരനെക്കുറിച്ച് ഒരെണ്ണം പറയാം. ഇതിൻ്റെ ബീജമാണെന്നത്, ബീജഭൂതമാണ്. അതിനെയും ചേതനവത്താക്കുന്ന ആ ചൈതന്യം, അതൊന്നിൻ്റെയും ബീജവുമല്ല, ഒരു വികാരവുമില്ല, അതിൽ ഒരു വിശേഷണവുമില്ല, ഒരു ദൃശ്യങ്ങളുമില്ല, ഒരു വിഷയങ്ങളുമില്ല. ആകാശം പോലെ യാതൊരു ചലനവുമില്ലാതെ, യാതൊന്നിലും പ്രവേശിക്കാതെ, അങ്ങനെ വാസ്തവത്തിൽ പ്രവേശിക്കുന്നില്ല. അതല്ല പ്രവേശിക്കുന്നത്. ഇപ്പം നമ്മൾ പ്രവേശിച്ചു എന്ന് പറയുന്ന പ്രതിബിംബത്തിനെയാണ് അല്ലേ? പ്രതിബിംബം ഉണ്ടായി എന്നുള്ളതിനെ പ്രവേശിച്ചു എന്ന് പറയുന്നു. തൽസൃഷ്ടോ അതായത് അനുപ്രാവശ്യത. ഇങ്ങനെ അനുപ്രവേശിച്ചു എന്ന് പറയുന്ന പ്രതിബിംബം ആയിട്ട് അവിടെ സന്നിഹിതമായി എന്നാണല്ലോ പറയുന്നത്. അല്ലാതെ അത് വന്ന് പ്രവേശിച്ചു എന്നല്ല. അപ്പം നേതി കൊണ്ട് മാത്രം നിർദ്ദേശിക്കാൻ സാധിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് അടുത്തത്. ദിവ്യോ ഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോ ഹി അജഃ അപ്രാണോ ഹി അമനാ ശുഭ്രോ ഹി അക്ഷരാത് പരതഃ പരഃ. ദിവ്യോ ഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോ ഹി അജഃ അപ്രാണോ ഹി അമനാ ശുഭ്രോ ഹി അക്ഷരാത് പരതഃ പരഃ. ദിവ്യഃ
ഹി അമൂർത്തഃ പുരുഷഃ സ ബാഹ്യാഭ്യന്തരഃ ഹി അജഃ അപ്രാണഃ ഹി അമനാഃ ശുഭ്രഃ ഹി അക്ഷരാത് പരതഃ പര. ഹി എന്ന് പറഞ്ഞാൽ നിശ്ചയം, അതങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ദിവ്യഃ ദിവ്യഃ ദ്യോതനം, നല്ല പ്രകാശസ്വരൂപമായിരിക്കുന്നതുകൊണ്ടാണ് ദിവ്യൻ എന്ന് പറയുന്നത്. സ്വയം പ്രകാശമാണ് ഈ ആത്മചൈതന്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്ഷരം, അതുകൊണ്ട് ദിവ്യനാകുന്നു. അമൂർത്തഃ, അതിന് മൂർത്തി പ്രത്യേക രൂപമൊന്നുമില്ല, നാമരൂപ ഒന്നും തന്നെ ഈ പുരുഷനിലില്ല. പുരുഷഃ എന്ന് പറയുന്നതുകൊണ്ട് സർവത്ര നിറഞ്ഞിരിക്കുന്നവനാണ്, പൂർണ്ണനായതുകൊണ്ട്. ഈ പൂർണ്ണനാകുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ വിഷയത്തെ വെച്ചുകൊണ്ടാണല്ലോ പൂർണ്ണനാകുന്നത്. വിഷയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ചൈതന്യം തന്നെയാകുന്നു. പുരുഷഃ സ ബാഹ്യാഭ്യന്തരഃ, വെളിയിലും അകത്തും എല്ലാം നിറഞ്ഞിരിക്കുന്നു. ഹി അജഃ, ഇത് അജനാണ്, ഒരിക്കലും ജനിച്ചതല്ല. അപ്രാണഃ, പ്രാണനില്ല. പ്രാണനില്ല എന്ന് പറഞ്ഞാൽ പ്രാണൻ വായു, പ്രാണവികാരം എന്ന് പറയുന്നത് വായുവാണല്ലോ. അപ്പോൾ പ്രാണൻ്റെയാണ് സകല ചലനങ്ങളും, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല ചലനങ്ങളും വെളിയിലും അകത്തും നമ്മുടെ ശരീരത്തിനകത്തും എല്ലാം നടക്കുന്ന ചലനങ്ങൾ പ്രാണൻ്റെയാണ്. അപ്പോൾ പ്രാണങ്ങളില്ല എന്ന് പറഞ്ഞാൽ വായുവില്ല, മനസ്സിന് ചലനമില്ല, ശരീരത്തിന് ചലനമില്ല, അതിന് ശരീരം ഇല്ലല്ലോ ശരിക്കും. ഇവിടെ ഈ പ്രാണങ്ങളോ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ഈ കർമ്മേന്ദ്രിയങ്ങളോ ചലനമോ ഒന്നും തന്നെ ഇല്ല. സകല ചലനത്തിനും കാരണമായ പ്രാണനേ ഇല്ല ഇവിടെ. അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളുമില്ല ഈ പുരുഷന്. യമനാഹ, അമനസ്സാണ്, മനസ്സുമില്ല. മനസ്സില്ല എന്നുള്ളത് കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളുമില്ല, കർമ്മേന്ദ്രിയങ്ങളുമില്ല, ജ്ഞാനേന്ദ്രിയങ്ങളുമില്ല, അന്ധകരണവുമില്ല, ഒരു വിശേഷവും അവിടെ ഇല്ല. ഹി ശുഭ്രഃ, ഇതൊന്നുമില്ലാത്തതുകൊണ്ട് ശുഭ്രനാകുന്നു, ശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, ഒരു വിഷയവുമില്ല. നമ്മുടെ ഈ അന്ധകരണത്തിൻ്റെ അശുദ്ധി എന്ന് പറയുന്നത് വിഷയങ്ങളാണ്. മനസ്സിൻ്റെ സ്വന്തമല്ല വിഷയങ്ങൾ വന്നു കയറുന്നു. വിഷയമേ ഇല്ലാതെ വന്നാൽ അത് ശുഭ്രമാകുന്നു, പരിശുദ്ധമാകുന്നു. ഹി അക്ഷരാത് പരതഃ പര, ഈ പറഞ്ഞ അക്ഷരനേക്കാളും പരമായിരിക്കുന്ന അക്ഷരനേക്കാളും പരഹ, ശ്രേഷ്ഠനാകുന്നു. ഈ സർവപ്രപഞ്ചത്തിൻ്റെയും ബീജഭൂതമായിരിക്കുന്ന അക്ഷരനേക്കാളും അതിന് ചേതനത്വം കൊടുക്കുന്ന ആ ചൈതന്യം ശ്രേഷ്ഠമാകുന്നു. ദിവ്യഃ, അത് സ്വയം പ്രകാശമാകുന്നു, പ്രത്യേക രൂപമോ നാമമോ ഒന്നും ഇല്ലാത്തതാകുന്നു. നമ്മൾ കാണുന്ന പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്നു. നമ്മളിപ്പം വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നിറഞ്ഞാണ് ഇരിക്കുന്നത്. വ്യക്തമധ്യാനി ഭാരത, അത് ഈ വിഷയങ്ങളുടെ കാര്യമാണല്ലോ പറയുന്നത്. വ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. അവ്യാകൃതം എന്ന് പറഞ്ഞാൽ അവ്യക്തം, സർവത്തിൻ്റെയും കാരണം, അതിനേക്കാളും പരമായിരിക്കുന്നതാണ്. അതിന് ചേതനത്വം കൊടുക്കുന്ന ചൈതന്യം, അക്ഷര, ആ ബ്രഹ്മ പരമാത്മാവ്. അപ്രാണഃ യമനാഃ, ജ്ഞാനേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവനും നമ്മൾ 15 ചൊല്ലുന്നതാണ്. അക്ഷരാത് പരതഃ പര, ഈ പറഞ്ഞ ബീജഭൂതമായിരിക്കുന്ന അക്ഷരനേക്കാളും ശ്രേഷ്ഠമാകുന്നു. അതായത് ഈ സകല പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്ന, സകല പ്രപഞ്ചത്തിനും ബീജഭൂതമായിരിക്കുന്ന അവ്യാകൃതമായ ആകാശം ഉപാധിയോടുകൂടിയ ചൈതന്യമാണ് അവ്യക്തം. അതിനേക്കാളും ശ്രേഷ്ഠം അതിനും ചൈതന്യം കൊടുക്കുന്നു. ചേതനത്തിന് ഉപാധിയാണ് ആകാശം. അവ്യാകൃതമായ ആകാശം ഉപാധിയായ ചൈതന്യമാണ്. ഈ പുരുഷാന്നൂടെ പറയുന്നത് ഉത്തമ പുരുഷസ്തന്യാന്നുള്ള പുരുഷൻ. എങ്ങനെ? ഉത്തമ പുരുഷസ്തന്യാണ്. ഉത്തമ പുരുഷൻ അക്ഷരത്തിലും അക്ഷരത്തെക്കാളും ഉത്തമനെന്നല്ലേ? ഇവിടെ പൂർണ്ണത്വം എന്നുള്ള അർത്ഥത്തിലാണ്. അതെ, ക്ഷരപുരുഷനും കൂടസ്ഥനല്ലേ മറ്റേ. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ കൂടസ്ഥ സാക്ഷി. നമ്മുടെ അന്ധകരണത്തിലാണല്ലോ പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ അറിയുമ്പോഴല്ലേ ഇതൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ ഈ
ഇതിൻ്റെ അകത്ത് പഠിച്ചല്ലോ, എല്ലാം അന്ധകരണത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്തും ചൊല്ലും ഈ രുദ്രത്തിൽ എന്താ അഗ്നിമയ വാചശ്രുത. അഗ്നി എന്ന് പറയുന്ന സമഷ്ടി ആയിരിക്കുന്ന അഗ്നി നമ്മുടെ വാക്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെയെല്ലാം അവിടെ അന്ധകരണത്തിൽ അടങ്ങുന്നതായിട്ടാണ്. അതായത് നമ്മൾ അറിയുമ്പോഴേ നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം അതുള്ളൂ. നമ്മളിപ്പം ഞാൻ അറിഞ്ഞില്ലെങ്കിലും മറ്റൊരാൾ അറിയുന്നല്ലോ എന്ന് വെച്ചാൽ മറ്റൊരാളല്ലേ അറിഞ്ഞു, നമ്മളല്ലല്ലോ അറിയുന്നത്. നമ്മൾ നേരിട്ട് അറിയുന്നതാണല്ലോ നമ്മുടെ അറിവ്. അപ്പം മറ്റൊരാൾ അറിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു അറിവല്ലേ. അപ്പം എനിക്കറിഞ്ഞുകൂടാ, വേറൊരാൾ അറിഞ്ഞു, അപ്പം അതും നമ്മുടെ ഒരു അറിവല്ലേ. അപ്പം എല്ലാം നമ്മുടെ ഹൃദയത്തിലാണ് പ്രകാശിക്കുന്നത്. പ്രപഞ്ചമേ നമ്മുടെ ഹൃദയത്തിലാണ് പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള ഇതിന് ഈ സർവ ദൃശ്യങ്ങളും ദൃശ്യഭാവം ഉണ്ടാകുന്നതിനും കാരണം ഈ കൂടസ്ഥ സാക്ഷി അതറിയുന്നതേ ഉള്ളൂ. കൂടസ്ഥ സാക്ഷി എന്ന് പറയുന്നത് ഈശ്വരനാണ് വാസ്തവം. അപ്പോൾ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്നത്. കൂടസ്ഥ സാക്ഷി എന്ന് പറയുമ്പം കൂടസ്ഥനാണല്ലോ, മായോപാധീനാണ്. അപ്പോൾ കൂടസ്ഥ സാക്ഷിക്കും അതീതമായിട്ടിരിക്കുന്നതാണ് കേവലചൈതന്യം. അത് ഈ ഏകമേവാദ്വിതീയം ഏകമെന്ന് പറയുമ്പം അവിടെ പിന്നെ സബീജ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. സദൈവ ആസീത് സ്വാനുഭാവാതീതം ബ്രഹ്മ സച്ചിദാനന്ദത്തിന് എല്ലാം അതീതമാണല്ലോ. നമുക്കവിടെ ഒരു വാക്കും ചെല്ലുന്നില്ല പറയാൻ. അല്ല, ഈ ഏകമേവാദ്വിതീയം എന്ന് പറയുമ്പോൾ ഇപ്പം ഏകമെന്ന് പറയുമ്പം സജാതീയമോ വിജാതീയമോ സ്വഗതമായ ഏകമേവ അദ്വിതീയം എന്നുള്ളതാണ്. ഏകം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുമില്ലാത്തത്. ഇപ്പം സജാതീയ ഭേദമില്ല, വിജാതീയ ഭേദമില്ല, സ്വഗത ഭേദമില്ല. അത് പക്ഷെങ്കിൽ ഈ ചാന്തോക്യോപനിഷത്തിലേ ഈ തത്വമസി പറയുന്നിടത്താണല്ലോ അത് വരുന്നത്. ഇപ്പോൾ പറയുന്നത് സദൈവ ആസീത് ഏകമേവാദ്വിതീയം ബ്രഹ്മ ആണ് ആ സത്ത് എന്ന് പറയുന്നത്. ഇപ്പം ആ സത് ഐക്ഷ്യത സത്യീക്ഷിച്ചു ബഹുശയം പ്രജായേയ. അപ്പം ഞാൻ പലതായിട്ട് തീരട്ടെ എന്ന സത്യീക്ഷിച്ചു. അപ്പോൾ ഈ പലതായിട്ട് തീരാനുള്ള ബീജം അതിലുണ്ട്. അപ്പോൾ അക്ഷരനാണ്. സബീജ ബ്രഹ്മത്തെക്കുറിച്ചാണ് അവിടെ സദൈവ ആസീതെന്ന് പറഞ്ഞു. ഏകമേവാദ്വിതീ എന്ന് പറഞ്ഞ് നമ്മൾ അനേക പ്രപഞ്ചം കാണുന്നു, പക്ഷെ ഇത് ബഹുവാണ് കാണുന്നത്. പക്ഷെ ഈ സത്ത് കാരണമായിരിക്കുന്ന സത്ത് ഏകമാണ്. അവിടെ തത്വമസി പറഞ്ഞ തത്വത്തിന്റെ ലക്ഷ്യാർത്ഥം അക്ഷരബ്രഹ്മമാണ്. അവിടെ അസി കൊണ്ടാണല്ലോ അല്ല, ഐക്യമല്ല, ഈ ഇതിനെല്ലാം അതീതമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് അവരവിടം വരെ വരുന്നുള്ളൂ, പറയുന്നുള്ളൂ. അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരബ്രഹ്മമായിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം തതും ത്വമും അവിടെ പറഞ്ഞല്ലോ. പക്ഷേ അക്ഷരബ്രഹ്മത്തെക്കുറിച്ച് ലക്ഷണാവൃത്തിയുണ്ട് കേവല ബ്രഹ്മം. പക്ഷേ അവിടെ ഈ ഇതുകൊണ്ടേ നിർദ്ദേശിക്കാവൂന്നൊന്നും എങ്ങും കണ്ടില്ല. ഇതുകൊണ്ട് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ആ ഭാഗത്തൊന്നുമില്ല. ഇത് യേശോണിമ ഇതാത്മ്യമിതം സർവ സ ആത്മ തത്വമസി എന്നാണല്ലോ ഉപദേശിക്കുന്നത്. അപ്പം യേശോണു ഏറ്റവും ചെറുതായിട്ടുള്ളത് നീയാണ്. ഇവിടെ പറയുന്നത് അഗ്നി എവിടെ ഇരിക്കുന്നു, അഗ്നി എവിടെയാണ് ഇരിക്കുന്നത്, അഗ്നിയുടെ കാരണമാണല്ലോ സന്മൂലം, സത്താണ് മൂലം അഗ്നിക്ക്. അപ്പം ഒരു കാരണാപേക്ഷയുണ്ട് അവിടെ. പരിപൂർണ സ്വതന്ത്രമായൊരു വസ്തുവിനെക്കുറിച്ചല്ല. അതിനെ ഈ ലക്ഷണാവൃത്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഒരു സന്മൂലം എന്നാണല്ലോ പറഞ്ഞത്. ഈ അഗ്നിക്ക് എന്താണ് കാരണം എന്ന് വെച്ചാൽ സത്താണ് മൂലം. അതാണ് ഏറ്റവും സൂക്ഷ്മം. അപ്പം അവിടെ എല്ലാം അക്ഷരനെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ അക്ഷരാൽപരമായിരിക്കുന്നതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും അക്ഷരങ്ങൾ കൊണ്ടുവന്നാൽ പിന്നെ കുഴപ്പമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിക്കറിയാം എന്താണ് ഇവിടെ അക്ഷരനിലെത്തിക്കുക എന്നുള്ളതാണ് ഉപനിഷത്ത്. അത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഈ അക്ഷരാതീതം ക്ഷരസ്യാക്ഷര ഏവച
ശ്രീരാധാകൃഷ്ണൻ ഗീതാദർശനം എന്തായിരുന്നു അത്? ഇതൊരു അതിൻ്റെ ആദ്യം എന്തായിരുന്നു? നോവലിസ്റ്റ്. ഉത്തമ പുരുഷ സ്വന്യം. പരമാത്മ അതിൻ്റെ ആദ്യം എന്തായിരുന്നു? പുരസ്തോക്ഷരം രണ്ട് ഏതായാലും ക്ഷരൻ ക്ഷേത്രജ്ഞോക്ഷരോച്ചത് കൂടസ്ഥ ചൈതന്യമാണ് അക്ഷരൻ. അപ്പോൾ കൂടസ്ഥ ചൈതന്യം എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അത് സ്ഥിതി ചെയ്യുന്നത്. ക്ഷരയേവില്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തീപ്പൊരി പോലുള്ള ഒരു പുരുഷനും അഗ്നികുണ്ഡം പോലൊരു പുരുഷനും അതാണ് പുരുഷലോകെ ക്ഷരശ്ചാക്ഷരേവില്ല. ക്ഷരപുരുഷനാണ് നമ്മൾ, അക്ഷരപുരുഷനാണ് പിന്നെ ഭഗവാൻ ഈശ്വരൻ. അതിനും പിന്നെ അതിലും ശ്രേഷ്ഠമാണ്, അതിനെ അതിക്രമിച്ച് നിൽക്കുന്നതാണ്. ക്ഷരമതീതോഹം അക്ഷരാദപി ചൊത്തം അതോസ്മി ലോകേ വേദ പ്രഥിത പുരുഷോത്തമം. പുരുഷോത്തമ ശബ്ദം കൊണ്ട് അക്ഷരാതീതമായ ഇത് പറയുന്നിടത്ത് അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ, സന്ദർഭം അനുസരിച്ച്. ക്ഷരമതീതോഹം അക്ഷരമതീതോഹം അക്ഷരാദപിലോത്തമം. അക്ഷരനിൽ നിന്നും ഭിന്നമായത്, അതിനേക്കാളും അതീതമായത്. അതോസ്മി ലോകേ വേദേജ പ്രഥിത പുരുഷോത്തമം. അതുകൊണ്ടാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പം പുരുഷോത്തമൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളും വരും. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉപാധിയിൽ ശയിക്കുന്നവൻ എന്ന പുരുഷൻ അർത്ഥം വരും. അതുപോലെ പുരുഷയം നമ്മുടെ ശരീരത്തിൽ ശയിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാധിയിൽ ഇരിക്കുന്നത് കൊണ്ട് പുരുഷൻ. പൂർണ്ണൻ ആയതുകൊണ്ടും പുരുഷൻ. നമ്മൾ ഈ പ്രപഞ്ചം കാണുമ്പം പ്രപഞ്ചം നിറഞ്ഞ് സബാഹ്യാഭ്യന്തരം അങ്ങനെ നിൽക്കുന്നതുകൊണ്ടും പുരുഷനും വരും. എല്ലാം ഈ പ്രപഞ്ചത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പഞ്ചദശി പഠിച്ചല്ലോ, ഒരു ഇതിൻ്റെ ഇഷീക യഥാ മുഞ്ചാൽ ഇഷീകയുക. അപ്പോൾ ഇഷീക എങ്ങനെയാണോ വേർപെടുത്തിയെടുക്കുന്നത്, അതുപോലെ നമ്മൾ ഈ ദൃശ്യ വിഷയങ്ങളിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചെടുക്കുക. ആ ദൃശ്യവും ദൃക്കും, ദൃശ്യങ്ങളിൽ നിന്ന് ദൃക്കിനെ വേർതിരിച്ചെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം, എല്ലാ ശാസ്ത്രങ്ങളും അതാണ് പറയുന്നത്. അപ്പം അതിനെന്താണോ ആ സന്ദർഭത്തിൽ പറയാൻ ഏറ്റവും ഉചിതം അത് പറയും. ഇപ്പോൾ അക്ഷരൻ ഇവിടെ അക്ഷരൻ എന്ന് പറഞ്ഞു, അക്ഷരപുരുഷൻ എന്ന് പറഞ്ഞു. അക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറം ഉണ്ട് എന്നാണ് ഈ മന്ത്രം. അതാണ് സത്യം. അപ്പം ദിവ്യ ദ്യോതനവാൻ സ്വയം ജ്യോതിഷ്ട്വാത്. സ്വയം ജ്യോതിസ്വരൂപൻ. അതിനാരും കൊടുക്കുന്നതല്ല. വ്യക്തം പ്രകാശം, അറിവ്, അത് സ്വയം അറിവായിട്ട് നിൽക്കുന്നതാണ്. ദിവി വാ സ്വാത്മനി ഭവ അലൗകിക്കോ വാ. സ്വാത്മനി ദിവി എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം എന്താണ്? അന്ധകരണ ചിത്താകാശം. ആ ചിത്താകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അവിടെ ചേതനമായിട്ട് അറിവായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അത് അലൗകികമായത്. അവിടെ സ്ഥിതി ചെയ്യുന്നത് അലൗകികമാണ്. ദിവ്യ എന്ന് പറയുന്നത്. ഹി യസ്മാത് അമൂർത്ത സർവമൂർത്തിവർജിത പുരുഷ പൂർണ്ണ സർവമൂർത്തിവർജിത. അമൂർത്ത എന്നുള്ളതിന് ഒരു രൂപവുമില്ലാത്തവനും മൂർത്താമൂർത്തം നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. പിന്നെ ബഹുളാരണ്യൊക്കെയാണ് മൂർത്താമൂർത്തം എന്ന് രണ്ട് സംഗതി. അതിൽ അമൂർത്തം ഈ ആകാശവും വായുവും അമൂർത്തവും, ബാക്കി മൂന്നും മൂർത്തവും. അപ്പം അമൂർത്തം കരണങ്ങളും മൂർത്തം ഈ കാര്യവും. യസ്മാത് അമൂർത്ത സർവമൂർത്തിവർജിത പുരുഷ. സർവമൂർത്തിവർജനോ യാതൊരുവിധ രൂപമോ നാമമോ ഒന്നും തന്നെ ഇല്ലാത്തവനാണ് പുരുഷ. പൂർണ്ണ പുരുഷൻ എന്നുള്ളതിനർത്ഥം പൂർണ്ണ. പുരുഷയോ വ പുരുഷൻ. ഈ ഒരിടത്ത് ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്, പൂർണ്ണത്വേന പുരുഷയാനായത്. അതായത് ഈ ഉപാധിയിലിരിക്കുന്നു എന്ന് തോന്നിയാലും പൂർണ്ണനാണ്. അങ്ങനെ തോന്നലേ ഉള്ളൂ. അതായത് ഉപാധിയിലിരിക്കുന്ന ചൈതന്യമൊന്നും രണ്ടില്ല. ഉപാധിയേ ഇല്ല, ഉപാധിയിലിരിക്കുന്ന തോന്നിയാലും പൂർണ്ണനായിരിക്കുന്ന പുരുഷൻ. പിന്നെ പൂർണ്ണനെ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ.
വസ്തു കൊണ്ട് ഭേദമില്ല. ഈ പുരുഷയോഗ, അപ്പോൾ പുരുഷൻ എന്ന് പറയുമ്പം ഈ കാര്യത്തിൽ കരണത്തിലും ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ വാസ്തവത്തിൽ ഇരിക്കുന്നില്ല, അവിടെ ഉള്ളതായിട്ട് തോന്നുന്നതേ ഉള്ളൂ. ഒരു പ്രതിബിംബം ഉണ്ടെങ്കിൽ പ്രതിബിംബം ഉള്ളതായിട്ട് തോന്നുന്നേ ഉള്ളൂ. ഇത് പ്രതിബിംബം എങ്ങനെ നമ്മൾ പഞ്ചദശി പഠിച്ച പോലെ ഖാദിത്യ ദീപികയെ കുട്ടിയെ ദർപ്പണാദിത്യ ദീപ്തിവൻ അതുപോലെ എടുക്കണം. അപ്പം ഖാദിത്യ ദീപിതമാണ്, നമ്മളിതെല്ലാം അറിയുന്നുണ്ട്, അന്ധകരണം കൊണ്ടാണ് അറിയുന്നത്. അന്ധകരണത്തിൽ ഈ ഖാദിത്യം എന്ന് പറയുന്നത് പിന്നെ സൂര്യനാണല്ലോ പ്രകാശിപ്പിക്കുന്നത്, സൂര്യൻ അതുപോലെ ഈ ആത്മാവ് പ്രകാശിപ്പിക്കുന്ന അന്ധകരണത്തിൽ ദർപ്പണാദിത്യ ദീപ്തിയുണ്ട്. അതിലൊരു വിശേഷ ചൈതന്യം കൂടെ വന്നു. ഈ അന്ധകരണത്തിൻ്റെ ഒരു ചൈതന്യം, അന്ധകരണത്തിൻ്റെ ഒരു സാത്വികമായതിൻ്റെ അതിലുണ്ടായൊരു പ്രതിഫലനം കൂടെ ഉണ്ടായി. അപ്പോൾ വാസ്തവത്തിൽ ഈ ജീവൻ എന്ന് പറയുന്നത് ആത്മചൈതന്യവും അന്ധകരണത്തിലുണ്ടായ ആ ചൈതന്യവും ചേർന്നതാണ്. നമ്മൾ പഞ്ചദശി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചൈതന്യം യഥാധിഷ്ഠാനം ലിംഗദേഹസ്ഥേ പുന ചിച്ഛായ ലിംഗദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യവും അതിൻ്റെ ചിത്തും അന്ധകരണത്തിലുള്ള കാരണം ഈ അധിഷ്ഠാനത്തിലേ ഇരിക്കും. ഇപ്പം വെറുതെ ഒരു ഇരുട്ടത്തൊരു കണ്ണാടി കാണിച്ച ഒരു പ്രകാശം ഉണ്ടാകുന്നില്ല. അത് സൂര്യപ്രകാശം ഉണ്ടെങ്കിലാണ് ആ സൂര്യപ്രകാശത്തിലൊരു വിശേഷ പ്രകാശം കാണുന്നത്, ഇരുട്ടത്തത് കാണുന്നത്. അപ്പം ആ ചിച്ഛായ ഉള്ളത് കൊണ്ടാണ് ഈ വിശേഷ ചൈതന്യം ഉണ്ടാകുന്നത്. വിശേഷ അന്ധകരണം ആകുന്ന ഉപാധിയിലുണ്ടാകുന്ന, അതായത് അന്ധകരണ വിശിഷ്ട ചൈതന്യം. അന്ധകരണ വിശിഷ്ട ചൈതന്യം ജീവനാണ്, ആ വിജ്ഞാനമേന ജീവനാണ്. പുരുഷയോ ദിവ്യോ ഹ്യമൂർത്തഃ പുരുഷ സബാഹ്യാഭ്യന്തരഃ സഹ ബാഹ്യാഭ്യന്തരേണ വർത്തതേ ഇതി. വെളിയിലകത്തും എല്ലാം ഒരേപോലെ നിറഞ്ഞ് പ്രകാശിക്കുന്നതുകൊണ്ട് സബാഹ്യാഭ്യന്തരഃ ന ജായതേ കുതശ്ചിത് സ്വതോ അന്യസ്യ ജന്മനിമിത്തസ്യ അഭാവാത്. അപ്പം ന ജായതേ അജഹ എന്നുള്ളതിനർത്ഥമാണ് ന ജായതേ, ഒരിക്കലും ജനിച്ചിട്ടില്ല. കാരണം സ്വതഃ അന്യസ്യ ജന്മനിമിത്തം തന്നെ ഉണ്ടാകാൻ പറ്റത്തില്ല. തനിക്ക് കാരണം താൻ തന്നെ ആകാൻ പറ്റത്തില്ല, മറ്റൊരാളിൽ നിന്നും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുതശ്ചിത് സ്വതഃ അന്യസ്യ ജന്മനിമിത്തസ്യ ച അഭാവാത് യഥാ ജലബുദ്ബുദാദേവ അതെ ജലബുദ്ബുദാദേർ വായുവാദി ജലബുദ്ബുദങ്ങൾക്ക് വായുവാണ്. ഇപ്പം ജലം കിടക്കുന്നു, അതിലൊരു കൊമള ഉണ്ടാകുന്നതിന് കാരണം വായുവാണ്. യഥാ നഭഃ സുഷിരഭേദാനാം ഘടാതി. ആകാശം ഒരു നിരവയവമാണ്, പക്ഷേ ഒരു ഘടം വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഉപാധി വന്നു, ഉത്രയുടെ വേറെ ആയ പോലെ തോന്നും. ഇങ്ങനെയൊക്കെ ഒരു ഉപാധി കൊണ്ട് അത് വേറെയായിട്ട് തോന്നുന്നതേ ഉള്ളൂ. അതുപോലെയാണ് ഇവിടെ ഓരോന്ന് ജീവൻ ജനിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അതുപോലെയാണ്. അത് ഈ മായ കൊണ്ട് എങ്ങനെ കാറ്റുകൊണ്ട് വെള്ളത്തിൽ കൊമള ഉണ്ടാകുന്നു, അതേപോലെ മായ കൊണ്ട് ഇങ്ങനെ ആ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ കേവല ചൈതന്യത്തിൽ ഇങ്ങനെ കേവലമല്ല കേവലം എന്താണല്ല ഈ അക്ഷരത്തിൽ ഇങ്ങനെ അനേക ജീവന്മാരുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. സർവഭാവവികാരാണാം ജനിമൂലത്വാത് തൽപ്രതിഷേധേന സർവേ പ്രതിഷിത്ത ഭവന്തി. അജൻ എന്ന് പറഞ്ഞല്ലോ, ജനിക്കാത്ത വികാരം ഉണ്ടാകത്തില്ല. ജനിച്ചു കഴിഞ്ഞല്ലേ ജായതേ വർദ്ധതേ ഗണ്ണാതയൊക്കെ വരുന്നത്. ഇപ്പോൾ ഷഡ്വികാരങ്ങളും ജനിച്ചതിനാണുള്ളത്, ജനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വികാരമില്ല. തൽപ്രതിഷേധേന സർവേ പ്രതിഷിദ്ധ ഭവന്തി സബാഹ്യാഭ്യന്തരഃ ഹ്യാജഃ അതഃ അജരഃ. അപ്പോൾ അവിടെ ജനിച്ചിട്ടുമില്ല, അകത്തും പുറത്തുമില്ല, ഒരുപോലെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അജരനാകുന്നു, ഒരിക്കലും നാശമില്ലാത്തവൻ, ജര സംഭവിക്കുന്നില്ല, ക്ഷീണം സംഭവിക്കുന്നില്ല.
അമൃത ഒരിക്കലും മരിക്കാത്തവനാകുന്നു, നശിക്കാത്തവനാകുന്നു. അക്ഷര ഒരു ക്ഷരം, ഇതെല്ലാം ക്ഷരിക്കുക, ജരയുണ്ടാവുക, ഇതൊക്കെ പരിണാമങ്ങളാണല്ലോ. ഒരു ശരീരം ഉണ്ടായിട്ട് ആ ശരീരത്തിൻ്റെ പരിണാമങ്ങളാണ്. ധ്രുവഹ ഒരു മാറ്റവും ഇല്ലാത്തവനാണ്. അഭയ ഇത്യർത്ഥം. ഏകം ഒന്നാണെങ്കിലേ ഉള്ളൂ ഭയമില്ലായ്മ. ദ്വിതീയാദ്വൈ ഭയം, രണ്ടുണ്ടെങ്കിൽ ഭയമുണ്ട്. ഇവിടെ ഭയവുമില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ സർവഭാവവികാരാണാം ജനിമൂലത്വാത് പ്രതിഷേധേന സർവേ പ്രതിഷിദ്ധ ഭവന്തി. സബാഹ്യാഭ്യന്തരോ ഹ്യജോ അതോ അജരോ അത് അമൃതോ അക്ഷരോ ധ്രുവോ അഭയ ഇതി അർത്ഥം. യദ്യപി ദേഹാദ്യുപാധിഭേദ ദൃഷ്ടീനാം അവിദ്യാവശാത് ദേഹഭേദേഷു സപ്രാണഃ സമനാഃ സേന്ദ്രിയഃ സവിഷയഃ ഇവ പ്രത്യവഭാസതേ. അപ്പം യദ്യപി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ദേഹാദി ഉപാധിഭേദ ദൃഷ്ടീന നമ്മൾ ഈ അനേക വസ്തുക്കളെ കാണുകയാണ്. അപ്പം ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദേഹം എന്ന് മാത്രമല്ല, അത് സർവ്വ ഉപാധികളും, എല്ലാ ഉപാധികളും ആ ഉപാധികളെ കണ്ടിതാണ് സത്യം എന്ന് വിചാരിക്കുന്നവർക്ക് അവിദ്യാവശാത് ദേഹഭേദേഷു സപ്രാണഃ സമനാഃ സേന്ദ്രിയഃ സവിഷയഃ ഇവ പ്രത്യവഭാസത. ഓരോ ജീവനിലുമുള്ള ആ പ്രകാശമുണ്ടല്ലോ, ഒരു ആ അറിവ്, പരമാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ ഓരോന്നിലും. അങ്ങനെയുള്ളത് ഉണ്ട്. ഈ ഉപാധികളിലെല്ലാം സപ്രാണഃ അത് പ്രാണനോട് കൂടിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം ഈ ചലനങ്ങളുണ്ട്, ശരീരത്തിന് ചലനങ്ങളുണ്ട്, അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ചലനങ്ങളുണ്ട്. അപ്പോൾ സപ്രാണഃ സമനാഃ പലതും അറിയുന്നുണ്ട്, പലതും ചിന്തിക്കുന്നുണ്ട്. സേന്ദ്രിയഃ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സവിഷയ ഈ ഇന്ദ്രിയങ്ങളെല്ലാം കുറേ വിഷയങ്ങൾ കൊണ്ട് മനസ്സിലോട്ട് വരുന്നുമുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങൾ മനസ്സിൽ വരുന്നുമുണ്ട്. അങ്ങനെ സവിഷയ ഇവ പ്രത്യവഭാസതേ. അപ്പം ഈ ശരിയായ ഒരു ബോധമില്ലാത്ത ആളിനാണ് ഉപാധിഭേദം കൊണ്ട് ഓരോ ഉപാധിയിലും ഈ പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എല്ലാം ഉള്ളതായി അറിയുന്നത്. അതെങ്ങനെയെന്നാൽ സ്ഥലമലാദിമത് ഇവ ആകാശം നമ്മൾ കാണുമ്പോഴേ അതിൻ്റെ അകത്ത് ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഒത്തിരി പൊടി പടലങ്ങളുണ്ട്, ഒത്തിരി പല നിറങ്ങളുണ്ട്, മേഘങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ആകാശം നിറയെ മേഘമാണെന്ന് നമ്മൾ പറയുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്, ആകാശം നല്ല മേഘമാണ്. വാസ്തവത്തിൽ ആകാശത്തിൽ ആ മേഘം ഇരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മേഘം ഇങ്ങ് വരുമ്പോൾ ആകാശം കൂടി ഇങ്ങ് വരണം, അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പം ആകാശത്തിന് ഭിന്നമായിട്ട് തന്നെയാണ് മേഘം അവിടെ നിൽക്കുന്നത്. അതുപോലെ തലമലാദിമതി ഇവ ആകാശം യഥാവിദു സ്വതഃ പരമാർത്ഥദൃഷ്ടീനാം അപ്രാണഃ. ഈ പരമാർത്ഥ ദൃഷ്ടി ശരിയായി ഇതിനെ വിവേചനം ചെയ്തിട്ടുള്ള ഈ വിഷയങ്ങളെയും വിഷയിയെയും വിവേചനം ചെയ്തിട്ടുള്ള ഒരാളിന് അപ്രാണഃ, അവർക്ക് അപ്രാണനാണ്, അവിടെ പ്രാണനില്ല. അവിദ്യമാനഃ ക്രിയാശക്തിഭേദവാൻ ചലനാത്മകോ വായു യസ്മിൻ അസാവ് അപ്രാണഃ. ക്രിയാശക്തിയില്ല. ഈ പ്രാണനാണ് ക്രിയാശക്തിയുള്ളത്. അവിദ്യമാനഃ ക്രിയാശക്തിഭേദവാൻ ചലനാത്മക വായു. ഈ വായുവിൻ്റെയാണ് ക്രിയാശക്തി. ഈ ക്രിയാശക്തി ക്രിയാശക്തിയുള്ളവർ പല രീതിയിലും ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള ചലനങ്ങളും അവിദ്യമാനഃ, ഒരു ചലനവുമില്ല എന്നർത്ഥം. പരമാത്മാവിൽ ഒരു ചലനവുമില്ല. യസ്മിൻ അസവ അപ്രാണഃ യഥാ മനാഃ അനേക ജ്ഞാനശക്തിഭേദവത് സങ്കല്പാദ്യാത്മകം മനഃ അവിദ്യമാനം യസ്മിൻ സോ അയം അമനഃ. അപ്പം അമനസ്സെന്ന് പറയുന്നത് അനേക ജ്ഞാനശക്തിഭേദവത് സങ്കല്പാദ്യാത്മകം മനഃ. അപ്പം അനേക സങ്കല്പങ്ങൾ, മനസ്സിൻ്റെ സ്വരൂപം തന്നെ ഏതാണ്? അനേക സങ്കല്പങ്ങളുണ്ടാകുക. ഈ സങ്കല്പങ്ങളുണ്ടാകുന്നത് അത് ഇവിടെ ഉണ്ടാകുന്നില്ല, അവിടെ മനസ്സുമില്ല. അതുകൊണ്ട് അവിദ്യമാനം മനഃ യസ്മിൻ സോയം അമനാഹ, അവിടെ ക്രിയാശക്തിയോ ജ്ഞാനശക്തിയോ ഇല്ല എന്നർത്ഥം. അപ്രാണഃ ഹ്യമനാഹ ചേതി പ്രാണാദി വായുഭേദാഃ കർമ്മേന്ദ്രിയാണി തദ്വിഷയാശ്ച
യഥാച ബുദ്ധിമനസി ബുദ്ധീന്ദ്രിയാണി തദ്വിഷയാശ്ച പ്രതിഷിദ്ധ വേദിതവ്യ. ഇവിടെ കർമ്മേന്ദ്രിയങ്ങളില്ല, വായുഭേദങ്ങൾ അമനസ് അപ്രാണൻ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാണാദി വായുഭേദങ്ങളില്ല. ഈ വായുഭേദങ്ങളില്ല, കർമ്മേന്ദ്രിയങ്ങളുമില്ല. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തിക്കുന്ന ഒരു ഇന്ദ്രിയവുമില്ലാത്തതുകൊണ്ട് ആ ചലനവുമില്ല. കർമ്മേന്ദ്രിയാണ് തദ്വിഷയാശ്ച, അത് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും. യഥാച ബുദ്ധിമനസി ബുദ്ധീന്ദ്രിയാണി തദ്വിഷയാശ്ച, ബുദ്ധി മനസ്സാണ് അനേക സങ്കല്പങ്ങൾ കൊണ്ടുവരുന്നത്, ബുദ്ധിയാണ് അതിനെ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള ബുദ്ധി മനസ്സും ഇല്ലാതെ ബുദ്ധീന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളില്ല. തദ്വിഷയാശ്ച, ജ്ഞാനേന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും അതിൻ്റെ വിഷയങ്ങളെയും പ്രതിഷേധിച്ചു. അപ്പോൾ അവിടെ കർമ്മേന്ദ്രിയങ്ങളുമില്ല, അതിൻ്റെ വിഷയങ്ങളുമില്ല, അതായത് ഒരു ചലനവുമില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ജ്ഞാനേന്ദ്രിയങ്ങളും ഇല്ല. ജ്ഞാനേന്ദ്രിയങ്ങളില്ലാത്തതുകൊണ്ട് ഒരു വിഷയത്തെയും ഇങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല. ജ്ഞാനേന്ദ്രിയങ്ങളുടെ മനസ്സിൽ വിഷയങ്ങളെ കൊണ്ടുവരുന്നത്. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും ഇല്ലാത്തതുകൊണ്ട് ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളുമില്ല. അപ്പം കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുമില്ല, ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുമില്ല. അതായത് ഒന്നിനെയും അറിയുന്നുമില്ല, അതിനുവേണ്ടിയൊന്നും പ്രവർത്തിക്കുന്നുമില്ല. തഥാ ശ്രുത്യന്തരെ ധ്യായതീവ ലേലായതീവ യസ്മാദൈവം പ്രതിഷിദ്ധോ ഉപാധിദ്വേഹ തസ്മാത് ശുപ്രഃ. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കാത്തതുകൊണ്ട് ശുഭ്രനാകുന്നു, അതായത് ശുദ്ധനാകുന്നു. അതഃ അക്ഷരാത് നാമരൂപബീജോപാധിലക്ഷിതസ്വരൂപാത് സർവകാര്യകരണബീജത്വേന ഉപലക്ഷ്യമാണത്വാത് പരം. ഈ അതഃ അക്ഷരാത്, നമ്മൾ അക്ഷരം എങ്ങനെ ഉള്ളതാണ്? നാമരൂപ ബീജോപാധി ലക്ഷിത സ്വരൂപാത്, എല്ലാ നാമരൂപങ്ങൾക്കും കാരണമാണ് എന്ന് നമ്മൾ എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന അക്ഷരനേക്കാളും ലക്ഷിത സ്വരൂപാത് സർവകാര്യകരണ ബീജത്വേന ഉപലക്ഷ്യമാണത്വാത് പരം, അതിനേക്കാളും ശ്രേഷ്ഠമായി തദുപാധിലക്ഷണം അവ്യാകൃതാഖ്യം അക്ഷരം സർവവികാരേഭ്യ. ഈ അതിനെ അത് ജീവത്വേന ഉപലക്ഷ്യമാണത്വാത്, ബീജത്വേന വരും. ബീജത്വേന പറഞ്ഞിരിക്കുന്നത് ഈ അക്ഷരനെയാണ്. ആ അക്ഷരനേക്കാളും പരമായി തത് ഉപാധിലക്ഷണം, അതിൻ്റെ ഉപാധി എന്താണ്? അവ്യാകൃതാഖ്യം അക്ഷരം സർവവികാരേഭ്യ തസ്മാത് പരതഃ. സർവവികാരങ്ങൾക്കും, എല്ലാ അറിവുകൾക്കും എല്ലാ പ്രവൃത്തികൾക്കും എല്ലാം ബീജഭൂതമായിരിക്കുന്ന അക്ഷരനേക്കാൾ സർവവികാരേഭ്യ തസ്മാത് പരതഃ അക്ഷരാത് പരഃ നിരുപാധിക പുരുഷത്വ. നിരുപാധികനാണ് ഈ പുരുഷൻ. അവിടെ പറഞ്ഞിരിക്കുന്ന അക്ഷരപുരുഷനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആ സർവബീജഭൂതമായ അക്ഷരനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിലും ശ്രേഷ്ഠമായി അതിനെയും അക്ഷരം എന്ന് തന്നെയാണ് പറയുന്നത്. മായോപാധിക ചൈതന്യം ഈ പ്രാണൻ അല്ലെങ്കിൽ ആകാശം, വ്യാകൃത ആകാശം എന്നൊക്കെ പറയുന്ന മായാ കാര്യമാണത്. മായ ആരും കണ്ടിട്ടില്ലല്ലോ, മായ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അത് മായ കാര്യമാണ്. മായ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഇതും അക്ഷരനും എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു മായയാണ്, അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞു മായയാണ്. എന്ന് വെച്ചാൽ മായ എന്ന് പറഞ്ഞാൽ ഒരു രൂപമില്ല, അതിനൊരു സ്വരൂപം ഇല്ലാത്തതുകൊണ്ട് അതിനെ നിർവചിക്കാൻ പറ്റും. ഒരു സ്വരൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ മായ എന്നൊരു പേരിനും അർഹതയില്ല. അതിനെ അറിയാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ ഒന്നില്ല. ഉപാധി ഉള്ളതുകൊണ്ടാണല്ലോ അക്ഷരൻ. ഇവിടെ ബീജം ഏതുപാധി? അജശബ്ദം കൊണ്ട് ജനിച്ചിട്ടില്ല, അതുകൊണ്ട് അന്നമയകോശം അല്ല. അന്നമയകോശമല്ല, അപ്രാണൻ എന്ന് പറയുന്നത് പ്രാണമയ കോശമല്ല. അമന എന്ന് പറയുന്നത് മനോമയ കോശമല്ല. ശുഭ്രം എന്ന് പറയുന്നത് വിജ്ഞാനമയ അല്ല. വിജ്ഞാനമയ വിഷയരഹിതം ആയിട്ട് ഒന്നിൽ വരും, മനസ്സും ബുദ്ധി.
അത് വിജ്ഞാനം. ശുഭ്രം എന്ന് പറയുന്നതുകൊണ്ട് അതുകൂടെ ശുഭ്രം. ശുഭ്രം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തതൊന്നും അങ്ങനല്ലേ പറഞ്ഞു. ഒരുവിധ ഉപാധിയും ഇല്ലാത്തതെന്നല്ലേ പറഞ്ഞു. ഒരുവിധ ശുദ്ധ ഉപാധിദ്വയ ശുഭ്ര ശുദ്ധ. ഒരു ഉപാധിയുമില്ല. സൂക്ഷ്മമോ കാരണമോ ആയ യാതൊരു ഉപാധിയുമില്ല. അപ്പോൾ കാരണോപാധി എന്ന് പറഞ്ഞതാണ് മായ അല്ലെങ്കിൽ അവിദ്യ. അപ്പോൾ ആ കാരണോപാധിയും അതും ഇല്ലാത്ത കാരണോപാധിയോട് കൂടിയതാണ് അക്ഷരം. അവിദ്യ ഈ ബീജഭൂതമായ അക്ഷരം. അതിനും തസ്മാത് പരതപ്പര, അതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഇതിനോടൊന്നും യോജിക്കാതെ യാതൊരുവിധ ഉപാധിയുമില്ലാതെ ആനന്ദമയ കോശത്തെ അവിടെ കൽപ്പിക്കാൻ പറ്റും. ആനന്ദമയ കോശം കാരണം അവിടെ അവിദ്യയാണല്ലോ കാരണം ശരിയാണ്. എല്ലാത്തിനും അതീതമായിരിക്കുന്ന അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ അക്ഷരം വരെ പറഞ്ഞ് ശബ്ദം കൊണ്ട് അത്ര വരെ പറയാൻ പറ്റുള്ളൂ. അതിനും അതീതമായിരിക്കുന്ന വസ്തുവിനെ പറയാൻ പറ്റത്തില്ല. അതിനെ ഒരു വിധത്തിലും പറയാനും പറ്റത്തില്ല, നമുക്ക് നിർദ്ദേശിക്കാനും പറ്റത്തില്ല. നേതി എന്ന് നിർദ്ദേശിക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെ നമ്മൾ വ്യാഖ്യാനം പഠിക്കുമ്പോൾ ഒരു വ്യാഖ്യാനത്തിൽ ചോദിക്കുന്നുണ്ട്, അപ്രമാണം ആണ് അല്ല പ്രമാണം വേദമാണല്ലോ. അപ്പോൾ ആ പ്രമാണം കൊണ്ടും അപ്രമേയം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമാണത്തിന് വിഷയമല്ല. പിന്നെ പ്രമാണം വേദം പ്രമാണമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് അവിടെ. അപ്പം പ്രമാണം എന്തുകൊണ്ടാകുന്ന ബ്രഹ്മത്തിനല്ല പ്രമാണം, ബ്രഹ്മം അല്ലാത്തതിനാണ് തോന്നുന്നത്. അപ്പം എന്തിനെയൊക്കെ നമ്മൾ വേർതിരിക്കണം, നിരാകരിക്കണം, അതാണ് പ്രമാണം, അതിനാണ് പ്രമാണം. ഇവിടെ അമൂർത്ത അജ അപ്രാണ എല്ലാം അല്ല. അതെ, അതെന്ത് ലക്ഷണമാണ്? അതിനെ വേർതിരിച്ചറിയുക, അതല്ലാത്തതിനെ വേർതിരിച്ച് കളയുക. ഇങ്ങനെ രണ്ട് രീതിയുണ്ട് ശാസ്ത്രം പറയുമ്പോൾ. അതദ്വ്യാവൃത്തി എന്നും തദ്വ്യാവൃത്തി എന്നും. തദ്വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അതിനെ ഈഷിയെ എടുക്കുന്ന പോലെ മറ്റേതിനെല്ലാം തള്ളി അതിനെ എടുക്കുക. അതദ്വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഈ പുറത്തു വന്ന കോളകളെയൊക്കെ തള്ളുക, അതദ്വ്യാവൃത്തി. ആ ഈഷിയെ മാത്രം ഇങ്ങോട്ട് എടുക്കുന്നത് തദ്വ്യാവൃത്തി. അതാണ് ഇതിൻ്റെ അപ്രാണഹ അമനാഹ എന്നൊക്കെ പറഞ്ഞാൽ അത് അതദ്വ്യാവൃത്തിയാണ്, അതല്ലാത്തതിനെ മാറ്റുക. യസ്മിൻ തദാകാശാഖ്യം അക്ഷരം സംവ്യവഹാരാവിഷയം യസ്മിൻ തത് ആകാശാഖ്യമക്ഷരം സംവ്യവഹാര വിഷയം ഓതം പ്രോതം ച. അതിൽ ഈ വായു ഓതപ്രോതമാണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഓതപ്രോതമാണെന്ന് പറയുന്നതിൽ പൃഥ്വി ജലത്തിൽ ഓതപ്രോതമാണ്, ജലം അഗ്നിയിൽ ഓതപ്രോതമാണ്, അഗ്നി വായുവിൽ ഓതപ്രോതം, ഈ വായു ആകാശത്തിൽ ഓതപ്രോതമാണ്. അപ്പോൾ ഈ ബ്രഹ്മത്തിൽ ഓതപ്രോതമാകാൻ പറ്റത്തില്ല. ശരിയായ ബ്രഹ്മസ്വരൂപത്തിൽ ഒന്നിനും ഇവിടെ ഓതപ്രോതവുമാണ്. ഓതം പ്രോതം ച കഥം പുനരപ്രാണാദിമത്വം സസ്യേത്യുച്യത. ഇവിടെ ഓതപ്രോതമായിരിക്കുന്ന ഒരു വസ്തു, അതിന് അപ്രാണാദിമത്വം എങ്ങനെ പറയും എന്ന് ചോദിച്ചു. യതിഹി പ്രാണാദയ പ്രാഗുൽപത്തേഹേ പുരുഷ. ഈ അന്ന് നമ്മൾ ചോദിച്ചില്ലേ, ഈ അക്ഷരൻ എന്ന് പറയുമ്പം അക്ഷരൻ്റെ വിശേഷണങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ അപ്രാണനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ അപ്രാണനാണെന്ന് പറയുന്നു? അതിൽ നിന്നാണല്ലോ ഉണ്ടായത്. അപ്പോൾ പിന്നെ എങ്ങനെ അത് അപ്രാണനാണെന്ന് പറയാൻ പറ്റും എന്ന് ചോദിച്ചതിന് ഉത്തരം, പ്രാണാദയ പ്രാഗുൽപത്തേഹേ പുരുഷൈവ സ്വേനാത്മനാ സന്ധി. അപ്പം അതായിട്ട് തന്നെ ഇരിക്കുകയാണ്, ജനിച്ചിട്ടില്ലെങ്കിലും അത് ബീജരൂപേണ അവിടെ ഇരിപ്പുണ്ട്. സ്വേനാത്മനാ സന്ധി തഥാ പുരുഷസ്യ പ്രാണാദിനാ വിദ്യമാനേന പ്രാണാദിമത്വം ഭവേത് നതൂതേ പ്രാണാദേഹ പ്രാഗുൽപത്തേഹേ പുരുഷൈവ. ഈ സ്വേനാത്മനാ സന്ധി. അപ്പോൾ സ്വേനാത്മനാ സന്ധി എന്ന് പറഞ്ഞാൽ ഈ വായുവായിട്ട് തന്നെ ആ അക്ഷരത്തിൽ ഇരിപ്പുണ്ട്. അത് ഇങ്ങോട്ട് പ്രകാശിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഒരു ബീജരൂപമായിട്ട് ആ അക്ഷരം ഇരിക്കുന്നുണ്ട്. അത് പക്ഷെ പുറപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ട് വ്യക്തമായിട്ടില്ല. ഈ അക്ഷരത്തിൽ നിന്നും ഈ വായു ഉണ്ടായിട്ടില്ലെങ്കിലും അത് ബീജരൂപത്തിൽ ഈ അക്ഷരത്തിൽ ഇരിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇങ്ങനെ പ്രകാശിക്കാത്തതുകൊണ്ടാണ്, വ്യക്തമാകാത്തതുകൊണ്ടാണ് അപ്രാണഹ എന്ന് പറയുന്നത്. പ്രാണാദയ പ്രാഗുൽപത്തേ പുരുഷൈവ സ്വയനാത്മന സന്ധി അതഃ അപ്രാണാദിമാൻ പരഃ പുരുഷഃ യഥാ അനുൽപത്തേ അനുൽപ്പന്നേ പുത്രേ അപുത്രോ ദേവദത്തഃ. ഈ ദേവദത്തൻ അങ്ങനെ ഇരിക്കുമ്പം അതിൽ ദേവദത്തനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴാണ് അച്ഛനാകുന്നത്. അതുവരെ അതിന് കുട്ടിയില്ല. കുട്ടിയില്ലാതിരിക്കുമ്പോൾ കുട്ടിയുണ്ടെന്ന് ആരും പറയത്തില്ല. ഒരു കുഞ്ഞുണ്ടായിട്ടല്ലേ അച്ഛനാകുന്നത്. അല്ല, അതുവരെ ആളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആളാകാനുള്ള ബീജം അതിലുണ്ട്. ആ ബീജം ഉള്ളത് കൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നു. അതേപോലെ ഈ അക്ഷരനിൽ ഈ പ്രാണാദി വിഷയം, അപ്പോൾ ബാക്കിയുള്ള 4 ഭൂതങ്ങൾക്കുമുള്ള ബീജം അവിടെ ഇരിക്കുന്നു. ആ ബീജമാണ് പിന്നെ ഈ പ്രപഞ്ചമായിട്ട് തീരുന്നത്. പ്രാഗുൽപത്തേ പുരുഷ ഇവ സ്വയനാത്മന സന്ധി തഥാ പുരുഷസ്യ പ്രാണാദിന വിദ്യമാനേന പ്രാണാദിനത്വം ഭവേത് നതു തേ പ്രാണാദേഹ പ്രാഗുൽപത്തേ. ഉൽപ്പത്തിക്ക് മുമ്പ് അതുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ആകാശം, അവ്യാകൃതമായ ആകാശമായിട്ട് തന്നെ ഒട്ടും വ്യാകരിക്കാതിരിക്കുന്ന സമയം അതുണ്ടെന്ന് വായു ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വായുവായിട്ട് വന്നു കഴിയുമ്പോഴാണ്, അതിൽ നിന്ന് വായു ഉണ്ടായി കഴിയുമ്പോഴാണ് വായു ഉണ്ടെന്ന് പറയുന്നത്. അതുവരെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത്. ബീജരൂപത്തിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം പ്രപഞ്ചത്തിൽ അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 അക്ഷരനെയും തമ്മിൽ നല്ല വ്യത്യാസം എന്ന് പറയാൻ എല്ലാം ബീജരൂപത്തിലാണ് ഇരിക്കുന്നത് ഒന്നിൽ. മറ്റേ അക്ഷരനേക്കാളും പരനായി. അതിന് അക്ഷരൻ വസ്തുതയോടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അക്ഷരൻ എന്ന് പറയണമെങ്കിൽ ക്ഷരിക്കുന്നതിനെ വെച്ചുകൊണ്ടാണ് അക്ഷരൻ എന്ന് പറയുന്നത്. നശിക്കുന്നില്ല ഒന്ന്. പലത് നശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നശിക്കാത്ത ഒരെണ്ണം ഉണ്ടെന്ന് അതിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി പറയുന്നു. ദിവ്യോ ഹ്യമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോ ഹ്യജഃ അപ്രാണോ ഹ്യമനാശുദ്ധോ ഹ്യക്ഷരാൽപരതപരഃ. ഇതാണ് ഈ അക്ഷരനേക്കാളും വീരഭൂതമായ അക്ഷരനേക്കാളും പരനാണ് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അതിനെക്കുറിച്ച് അല്ലാതെ ഒന്നും പറയാൻ പറ്റുന്നു. ഇന്ന പോലെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റും. കഥം തേന സന്ധി പ്രാണാദയ ഇത്യുച്യതേ. തസ്മാത് ഏതസ്മാജ്ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപഃ പൃഥ്വീ വിശ്വസ്യ ധാരിണീ. ഏതസ്മാജ്ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപഃ പൃഥ്വീ വിശ്വസ്യ ധാരിണീ. ഈ അക്ഷരപുരുഷൻ, ഈ പറഞ്ഞ എല്ലാത്തിനും ബീജമായിരിക്കുന്ന ആ ബീജരൂപമായ പുരുഷനിൽ നിന്നും സേഹി ഏതസ്മാദേവ പുരുഷാത് നാമരൂപബീജോപാധിലക്ഷിതാത് ജായതേ ഉൽപ്പദ്യതേ. ഈ ഉണ്ടാകണമെങ്കിൽ ആ കേവല പുരുഷനിൽ നിന്നുണ്ടാകുന്നില്ല. അതിന് പുരുഷന് തന്നെ പറയാൻ പറ്റത്തില്ല. പുരിയിൽ ശയിക്കുന്നതുകൊണ്ടാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ പുരിയില്ല, ശയിക്കാനൊരിടവുമില്ല, ശയനവുമില്ല. അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. നമ്മുടെ തലയിലോട്ട് കയറ്റണമെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒരു പിടിപാട് വേണമല്ലോ അവിടെ. അതിനങ്ങ് പുരുഷൻ. ഏതസ്മാദേവ പുരുഷാത് നാമരൂപ ബീജോപാധി ലക്ഷിതാത്. നമ്മൾ പറഞ്ഞ ആകാശം, അവ്യാകൃതമായ ആകാശം ഉപാധിയായിരിക്കുന്ന ആ അക്ഷരനിൽ നിന്നും ജായതേ ഉൽപ്പദ്യതേ അവിദ്യാവിഷയ വികാരഭൂതോ നാമധേയോ അനിർവാത്മക പ്രാണഃ. അതിൽ നിന്ന് അവിദ്യാവിഷയ വികാരഭൂതം, അവിദ്യാവിഷയമാണിത്. അതിലുണ്ടാകുന്ന ആ അവിദ്യയുടെ വിഷയം എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്നത്, അതിൻ്റെ വികാരം, അതിൻ്റെ ഒരു പരിണാമത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പരിണാമം എന്ന് പറയാനൊക്കത്തില്ല, കാരണം പരിണമിക്കുക പിന്നെ തിരിച്ചങ്ങോട്ട് പോകത്തില്ല. പരിണാമം എന്ന് പറയാൻ പറ്റത്തില്ല. ആ വികാരഭൂതമായിരിക്കുന്ന അതിൻ്റെ ചലനത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ആ വിഷയം, ഒരു ക്ഷോഭം ഉണ്ടായിട്ടാണല്ലോ ഈ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ഈശ്വരേച്ഛയുണ്ടല്ലോ ഇവിടെ. ഈ ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ ഈ ഉപാധിയിലുണ്ടാകുന്ന
അതിൽ വരുന്ന പ്രതിബിംബഭൂതമായ ചൈതന്യമാണല്ലോ. ആ അക്ഷരനിലുണ്ടായ ആ ചൈതന്യത്തിൻ്റെ ആ ചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണല്ലോ വാസ്തവത്തിൽ അക്ഷരപുരുഷൻ എന്ന് പറയുന്നത്. അക്ഷരപുരുഷന് സർവശക്തനാണ്. കാരണം എല്ലാത്തിൻ്റെയും ബീജം അതിലുണ്ട്. എന്തും ആകും, എല്ലാം സർവശക്തനാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഈശ്വരൻ്റെ അല്ലെങ്കിൽ ആ അക്ഷരപുരുഷൻ്റെ വികാരം, അതിൻ്റെ ഇച്ഛ കൊണ്ട് അനിർതാത്മക പ്രാണനുണ്ടായി. അനിർതാത്മകമാണ്, സത്യമുണ്ട്. ആ പ്രാണനുണ്ടായി. വാചാരംഭണം വികാരോ നാമധേയം അനർഥം ഇത് ശ്രുത്യന്തരാഗം. അപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ കാരണം എന്താ? അനിർതാത്മകം എന്ന് പറയാൻ കാരണം വാചാരംഭം വികാരം, എല്ലാ വികാരങ്ങളും വാചാരംഭണം മാത്രമാണ്, അല്ലാതെ അവിടെ ഒരു സത്യത്വമില്ല. ഇത് നഹി തേന അവിദ്യാവിഷയേണ അനർഥേന പ്രാണേന സപ്രാണത്വം പരസ്യ സ്യാദ് അപുത്രസ്യ സ്വപ്നദൃഷ്ടേനേവ പുത്രേണ സപുത്രത്വം. അവിദ്യാവിഷയേണ അനർഥേന പ്രാണേന സപ്രാണത്വം. ഇത് പ്രാണനുള്ളതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ പ്രാണനുള്ളതാണെന്ന് പറയാൻ കാരണം ഈ പരമപുരുഷന് പ്രാണൻ ഉണ്ട് എന്ന് പറയാൻ കാരണം പുത്രസ്യ സ്വപ്നദൃഷ്ടേനേവ പുത്രേണ സപുത്രത്വം. ഒരു സ്വപ്നത്തിലൊരു പുത്രൻ ഉണ്ടായിട്ട് സ്വപ്നം കണ്ടു, ഉണർന്നു വരുമ്പോഴേക്ക് പുത്രനുണ്ടോ? ഉണർന്നു വരുമ്പോഴത്തില്ല. അതേപോലെയുള്ള ഇവിടെ പറഞ്ഞത് ഈ അക്ഷരപുരുഷനിൽ നിന്നും പ്രാണനുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ കാണുന്ന പോലെ എന്ന് പറഞ്ഞാൽ മായയുണ്ട്, അത് സത്യമല്ല എന്നർത്ഥം. ഏവം മനസ്സർവാണി ചേന്ദ്രിയാണി വിഷയാശ്ചൈതസ്മാദേവ ജായന്തി. അപ്പം അതുപോലെ മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഈ ചൈതന്യത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. തസ്മാത് സിദ്ധം അസ്യ നിരുപചരിതം അപ്രാണാദിമുക്തം ഇത്യർത്ഥം. നിരുപചരിതം ഈ പ്രാണനിൽ നിന്നുണ്ടായി, ഇതെല്ലാം അക്ഷരനിൽ നിന്നുണ്ടായി എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഇതെല്ലാം തന്നെ വിഷയാഹ ച ഏതസ്മാദേവ ജായന്തി, ഈ അക്ഷരപുരുഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പരമാത്മാവിൽ നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പം പരമാത്മാവിൽ നിന്നുണ്ടാകാൻ സാധിക്കില്ല, അക്ഷരപുരുഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. യഥാച പ്രാഗുൽപത്തേ പരമാർത്ഥത അസന്തസ്തഥ പ്രലീനാശ്ചേതി ദ്രഷ്ടവ്യ. യഥാച പ്രാഗുൽപത്തേ പരമാർത്ഥത അസന്തഃ. ഈ ഉൽപ്പത്തിക്ക് മുമ്പില്ലല്ലോ. അക്ഷരപുരുഷനായിട്ടിരിക്കുമ്പോൾ ഇവിടെ പ്രാണനും ഇല്ല, മനസ്സുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യഥാച പ്രാഗുൽപത്തേ പരമാർത്ഥത അസന്തഃ, ഉണ്ടാകുന്നതിന് മുമ്പ് വാസ്തവത്തിൽ ഇതൊന്നുമില്ലായിരുന്നു, ഇരിക്കുന്നു. തഥാ പ്രലീനാശ്ചേതി ദ്രഷ്ടവ്യ. അങ്ങ് പ്രലീനമായാലും അപ്പോഴും ഇല്ല. ഉണ്ടാകുന്നതിന് മുമ്പും അതില്ലായിരുന്നു, അത് പ്രളയിച്ച് കഴിഞ്ഞാലുമില്ല. അപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പും ഇല്ല, ഉണ്ടായിക്കഴിഞ്ഞത് ഇല്ലാതായാലും എന്തുണ്ടാകുന്നതും ഇല്ലാതായി കഴിഞ്ഞാലും ഇല്ല. ലീനാശ്ചേതി ദ്രഷ്ടവ്യ. യഥാ കരണാനി മനശ്ചേന്ദ്രിയാണി യഥാ ശരീരവിഷയകാരണാനി ഭൂതാനി ഖമാകാശം വായുരന്തർ ബാഹ്യ ആവഹാദിഭേദഃ ജ്യോതിരഗ്നി ആപ ഉദകം പൃഥ്വി ധരിത്രി വിശ്വസ്യ സർവസ്യ ധാരിണി. അവിടെ നിന്ന് യഥാ കരണാനി. അപ്പം ആദ്യം പ്രാണനുണ്ടായി. ഏതസ്മാത് ആകാശമാണല്ലോ ആകാശമായിട്ടാണല്ലോ ഇരിക്കുന്നത്, ആകാശ ഉപാധിയുണ്ട്. അവിടെ നിന്ന് പ്രാണനുണ്ടായി, മനസ്സുണ്ടായി, സർവേന്ദ്രിയങ്ങളും ഉണ്ടായി. അതുകൂടാതെ ഖം വായു ജ്യോതിരാപ പൃഥ്വി, ഈ 5 ബാക്കിയുള്ള ഭൂതങ്ങളും ഉണ്ടായി. ഖം വായു ജ്യോതി. ഖം ആകാശം, മറ്റേത് അവ്യാകൃത ആകാശമാണ്. അതിൽ നിന്നും ഈ ആകാശവും വായുവും എല്ലാം തന്നെ 5 ഭൂതങ്ങളും ഉണ്ടായി. ഈ ഭൂതാനി ഖം ആകാശം വായു അന്തർബാഹ്യ ആവഹാദിഭേദ. ഈ ആവഹ മുതലായ വായുഭേദങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് പറയാൻ ഓർമ്മയില്ല. ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. ആവഹ 7 ഭേദങ്ങൾ. വായു ജ്യോതി അഗ്നിയാണ്. ആപ ഉദകം
പൃഥിവി ധരിത്രി. വിശ്വസ്യ എന്നുള്ളതിനർത്ഥമാണ് സർവസ്യ കാരിണി. ഏതാനിച്ച ശബ്ദസ്പർശരൂപരസഗന്ധോത്തരോത്തര ഗുണാനി പൂർവപൂർവ ഗുണസഹിതാനി ഏതസ്മാദേവ ജായന്തേ. ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ശബ്ദസ്പർശരൂപരസഗന്ധോത്തരോത്തര ഗുണാനി, അതായത് ഓരോരോ ഗുണങ്ങൾ കൂടിക്കൂടിയാണ് വരുന്നത്. ആകാശത്തിന് ഒരു ഗുണം, വായുവിന് 2 ഗുണം, അഗ്നിക്ക് 3 ഗുണം, പൃഥ്വിക്ക് 4 ഗുണം, അല്ല പൃഥ്വിക്ക് 5 ഗുണം, ജലത്തിന് 4 ഗുണം. അത് പറഞ്ഞു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഒന്നിന് ആകാശത്തിന് ശബ്ദം മാത്രം, വായുവിന് സ്പർശവും ശബ്ദവും ഉണ്ട്. അഗ്നിക്ക് ശബ്ദവും സ്പർശവും രൂപവും ഉണ്ട്. ജലത്തിന് ശബ്ദവും സ്പർശവും രൂപവും രസവുമുണ്ട്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഉണ്ട് പൃഥ്വിക്ക്. അങ്ങനെ പൂർവ ഗുണസഹിതാനി കുറേ ഉണ്ട്. ആദ്യം പറഞ്ഞ ഗുണങ്ങളോട് ചേർന്ന് ഏതസ്മാദേവ ജായന്തേ, ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഈ അക്ഷരപുരുഷനിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഈ അക്ഷരപുരുഷൻ ഇതൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പം അതിനെ സബീജമായ ബ്രഹ്മമായിട്ട് തന്നെ എടുക്കണം. കാരണം അവിദ്യാബീജമുണ്ട് അവിടെ. ഏതസ്മാജ്ജായതേ പ്രാണോ മനസ്സർവേന്ദ്രിയാണി ച ഖം വായുജ്യോതിരാപ പൃഥ്വീ വിശ്വസ്യ ധാരിണി. ഏതസ്മാജ്ജായതേ പ്രാണോ മനസ്സർവേന്ദ്രിയാണി ച ഖം വായുജ്യോതിരാപ പൃഥ്വീ വിശ്വസ്യ ധാരിണി. ഈ എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ പരമാത്മാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന, അതിനോട് ഏകദേശം ആകാശം പോലും ഉപമിക്കാവുന്ന ഒരെണ്ണമാണ് ഈ അക്ഷരം. അവിടുന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഉണ്ടായിട്ട് ഇപ്പോൾ സ്വപ്നത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് വാസ്തവത്തിലുള്ളതല്ലല്ലോ. പറഞ്ഞ പോലെ നമ്മൾ അവിദ്യയിൽ പലതും ഉണ്ടെന്ന് തോന്നുന്നു. അവിദ്യയിൽ എങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ, ഈ അക്ഷരത്തിൻ്റെ സങ്കല്പം കൊണ്ട് പഞ്ചഭൂതങ്ങളും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായി ഈ പ്രപഞ്ചമായിട്ട് നമ്മൾ വ്യവഹരിക്കുന്നു. അതേസമയം വാസ്തവത്തിലില്ല. നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ ഇതൊന്നുമില്ല. നമ്മൾ സ്വപ്നം കണ്ട ഒന്നുമില്ല. അതുപോലെ ഇപ്പം പലതും അറിയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വാസ്തവം അറിഞ്ഞു കഴിയുമ്പം ഇതൊന്നും സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. സംക്ഷേപതഃ പരവിദ്യാവിഷയം അക്ഷരം നിർവിശേഷം പുരുഷം സത്യം ദിവ്യഃ അമൂർത്തഃ ഇത്യാദിന മന്ത്രേണ ഉക്ത്വ. സംക്ഷേപ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ, പരവിദ്യാവിഷയം അക്ഷരം, പരവിദ്യ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വിദ്യ, അതിൽ ശ്രേഷ്ഠമായതൊന്നുമില്ല. അപ്പോൾ ആ പരവിദ്യാവിഷയം അക്ഷരം, ആ അക്ഷരം എങ്ങനെയുള്ളതാണ്? നിർവിശേഷം, ഒരു വിശേഷവും പറയാനില്ല. അപ്പം എന്തെങ്കിലും ഒരു വിശേഷം, ഇപ്പം അക്ഷരം ആകാശം എന്ന് പറയുമ്പോൾ ശബ്ദമുണ്ട് ഇവിടെ അതുമില്ല, ആ വിശേഷം പോലും ഇല്ല. നിർവിശേഷം പുരുഷം സത്യം ദിവ്യ സ്വയം ജ്യോതിഷ്മാനം അമൂർത്ത മൂർത്ത രൂപമില്ല, ഒരു രൂപവുമില്ല, നാമോ രൂപമില്ലാത്തവനാണ്. ഇത്യാദിന മന്ത്രേണ ഉക്ത്വ പുനഃ തദേവ സവിശേഷം വിസ്തരേണ വക്തവ്യം ഇതി പ്രവവൃതേ. എന്തിനാണ് ഇത് പിന്നെ പറഞ്ഞത്? ഇതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പം നിർവിശേഷമായ ആ വസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ആ വസ്തുവിനെ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിലുള്ള നമ്മൾ കാണുന്ന വിഷയങ്ങളെ എടുത്തിട്ട് ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറയുകയാണ്. പുനസ്തദേവ സവിശേഷം വിസ്തരേണ വക്തവ്യം. അപ്പം സവിശേഷമായ ആ ബീജഭൂതമായിരിക്കുന്ന വസ്തുവിൽ നിന്നും ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് സംക്ഷേപ വിസ്തരോക്ത്വാഹി പദാർത്ഥ സുഖാധിഗമ്യോ ഭവതി സൂത്രഭാഷ്യോക്തിവതിഥി. സൂത്രം പറഞ്ഞു. സൂത്രം പാടെ ഒരു ചെറിയ സെൻറ്റൻസ് ആയിരിക്കും. ഇപ്പം ജന്മാദ്യസ്യേത ഒരു സൂത്രമാണ്. അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് അതിൻ്റെ ഭാഷ്യം. അപ്പോൾ സൂത്രവും ഭാഷ്യവും എന്ന പോലെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ വിസ്തരിച്ച് പറയണം. നേരത്തെ ഒന്ന് പറഞ്ഞു, ഈ അക്ഷരന് യാതൊരുവിധ ഒന്നും എല്ലാത്തിലും അതീതമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിലും അതീതം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് എല്ലാത്തിലും അതീതം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിനെല്ലാം ബീജഭൂതമായൊരു വസ്തുവുണ്ട്. ആ വസ്തുവിന് തല്ലും, ഒടുവിൽ അതിനെയും തള്ളുക. അങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതുമില്ല എന്ന് പറയുമ്പം പിന്നെ ഒന്നും ഒരു വിശേഷവും ഇല്ല, അധ്യാരോപം പോലെ.
ഭവതി. യോപി പ്രഥമജാത പ്രാണാത് ഹിരണ്യഗർഭാത് ജായതേ അണ്ഡസ്യ അന്തർവിരാട്. അവിടെ മുതലേ പറയാനുള്ളൂ. പ്രഥമജാത പ്രാണാത്, പ്രാണനുണ്ടായി. ആ പ്രാണനാണ് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് എല്ലാത്തിനും നമ്മൾ വേറൊരു വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു ബീജം, അതിൽ നിന്നൊന്ന് അങ്കുരം ഉണ്ടായി, അതാണ് ഹിരണ്യഗർഭൻ. ഈ വളരെ വെറും ബീജ രൂപത്തിലിരുന്ന ആ അക്ഷരനിൽ നിന്ന് അല്പം ഒന്ന് വികസിച്ചു, അല്പം സൃഷ്ടി അങ്ങോട്ട് തുടങ്ങി. ഒരു ബീജത്തിൽ നിന്നും അങ്കുരം ഉണ്ടാകുന്നത് പോലെ ഈ ബീജഭൂതമായ അക്ഷരനിൽ നിന്നും സൃഷ്ടി അങ്ങോട്ട് ആരംഭിച്ചു. അവിടമാണ് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭൻ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹിരണ്യഗർഭൻ സകല പ്രപഞ്ചത്തിൻ്റെയും വെറും ബീജാവസ്ഥയിൽ നിന്ന് ഒരല്പം വികസിച്ചതാണ്. ഇപ്പം ഒരു അങ്കുരം പോലെ വന്നതാണ് ഈ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. വിസ്തരേണ യോപി പ്രഥമജാത് പ്രാണാത് ഹിരണ്യഗർഭാത് ജായതേ അണ്ഡസ്യ അന്തർവർത്തി വിരാട്. ഇതിൻ്റെ അകത്ത് ഉള്ള അണ്ഡസ്യ അന്തർവർത്തി, അപ്പം അതിനകത്താണ്, അതായത് ഹിരണ്യഗർഭൻ്റെ അധീനതയിലാണ് ഈ വിരാടെന്ന് പറഞ്ഞാൽ എന്താ, വിശേഷേണ രാജിക്ക് അത് വ്യക്തമായി, സൃഷ്ടി വ്യക്തമായി. സ തത്വാന്തരിതത്വേന ലക്ഷ്യമാണഹാപി ഏതസ്മാദേവ പുരുഷാത് ജായതേ ഏതന്മയശ്ച ഇത്യേതത് അർത്ഥമാഹ. അപ്പം ഹിരണ്യഗർഭനുണ്ടായി, ഹിരണ്യഗർഭനിൽ നിന്നും കുറച്ചുകൂടെ വികസിച്ച് വ്യക്തമായ പ്രപഞ്ചമായി. അതിനെ അഭിമാനിക്കുന്ന വിരാട്ടിനെ പറഞ്ഞു. ആ വിരാട്ട് അതിനെ പറയാൻ ലക്ഷ്യമാണ്. അഭി ഏതസ്മാദേവ പുരുഷാത് ജായതേ. ഈ ഹിരണ്യഗർഭനും ഈ വിരാട്ടും എല്ലാം തന്നെ ഏതസ്മാത് പുരുഷാത്, ഈ അക്ഷരപുരുഷനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന് അക്ഷരപുരുഷനിൽ നിന്ന് ഉണ്ടായി എന്ന് മാത്രമല്ല, ഏതന്മയ ചൈതന്യ രൂപം തന്നെയാണത്. ഏതന്മയജി ഇതേതത് അർത്ഥമാഹ പഞ്ചവിശിനഷ്ടി. അഗ്നിർമൂർധ ചക്ഷുഷീ ചന്ദ്രസൂര്യൗ ദിശശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദാഃ വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥ്വീഹേഷ സർവഭൂതാന്തരാത്മാ. അഗ്നിഃ മൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യൗ ദിശഃ ശ്രോത്രേ വാക് വിവൃതാശ്ച വേദാഃ വായുഃ പ്രാണഃ ഹൃദയം വിശ്വം അസ്യ പദ്ഭ്യാം പൃഥ്വീ ഹി ഏഷ സർവഭൂതാന്തരാത്മാ. അഗ്നിഃ മൂർധ, അഗ്നിയാണ് മൂർധ. ഒരു പുരുഷനായിട്ട് വെച്ചിരിക്കുകയാണ്, ഒരു പുരുഷനായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. ഈ പുരുഷൻ്റെ ഏറ്റവും ഉത്തമാംഗം എന്ന് പറയുന്ന തലയാണ്. ആ ശിരസ് അഗ്നിയാകുന്നു. അഗ്നി എന്നുള്ളതിന് ഇപ്പം ഈ പ്രപഞ്ചത്തെ എടുക്കുമ്പോൾ ഇതിൻ്റെ ശിരസ് ഏറ്റവും ദ്വിലോകം എന്ന് പറയുകയാണ്. ദ്വിലോകം എന്ന് പറയുന്നത് എനിക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അവിടെ ശോഭിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ പ്രകാശിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ദ്വിലോകം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ദ്വിലോകം. അഗ്നിർമൂർധ, ഈ പുരുഷൻ്റെ മൂർധാവ് അഗ്നിയാകുന്നു, ഈ ദ്വിലോകമാകുന്നു. ചക്ഷുഷി ചന്ദ്രസൂര്യവും, ചക്ഷുഷി രണ്ടെണ്ണം ദ്വിവചനമാണ്. അതായത് ചക്ഷുഷി ചന്ദ്രസൂര്യവും, രണ്ട് കണ്ണുകളും, ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യനുമാകുന്നു. സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകൾ. ദിശഃ ശ്രോത്രേ, കണ്ണുകൾ ശ്രോത്രേ ചെവികൾ ദിക്കുകളാകുന്നു. വാക് വിവൃതാശ്ച വേദാഃ, വേദനമാണല്ലോ നമ്മൾ പറയുന്നത് മുഖത്തിലിരിക്കുന്ന ഈ സപ്താർഷിസ് എന്ന് പറയുന്നത് വാക്ക് വരണമാണല്ലോ. സപ്തർഷികളിലൊക്കെ പെട്ടതാണല്ലോ ഈ വാക്ക്. വാക് വിവൃതാശ്ച വേദാഃ, ഭഗവാന്റെ വാക്ക്, ഈ പുരുഷൻ്റെ വാക്ക് ഏതാണ്? വേദങ്ങളാണ്. വ്യക്തമായിരിക്കുന്ന ഈ വേദങ്ങളാണ് വാക്കുകൾ. വായുപ്രാണഃ, വായുവാണ് പ്രാണൻ. ഹൃദയം വിശ്വം, ഭഗവാന്റെ ഹൃദയത്തിലാണ്, ഈ അക്ഷരപുരുഷൻ്റെ ഹൃദയത്തിലാണ് വിശ്വം ഇരിക്കുന്നത്. അസ്യ പദ്ഭ്യാം പൃഥ്വി, കാലുകൾ പൃഥ്വിയാകുന്നു.
ഏഷ സർവഭൂത അന്തരാത്മാ. ഈ പ്രപഞ്ചം, നമ്മൾ ഈ പ്രപഞ്ചത്തെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ മൂർധാവെന്ന് പറയുന്ന ആ ദ്വിലോകം ആ അക്ഷരപുരുഷൻ്റെ ശിരസ്സാകുന്നു. കണ്ണുകൾ ചന്ദ്രസൂര്യനാകുന്നു. ശ്രോത്രം ദിക്കുകളാകുന്നു. വാക്ക് വേദങ്ങളാകുന്നു. വായുവാണ് പ്രാണൻ. ആ ദേവൻ്റെ പ്രാണനാണ് വായു. ഹൃദയം വിശ്വം. ഈ പ്രപഞ്ചം ഭഗവാന്റെ ഹൃദയമാകുന്നു. പദ്ഭ്യാം പൃഥ്വി. കാലുകൾ പൃഥ്വിയാകുന്നു. ഏഷ സർവഭൂതാന്തരാത്മ. അപ്പം നമ്മുടെ പാദം മുതൽ ശിരസ് വരെ ഞാനാകുന്നു. അപ്പം അത് നമുക്ക് സംശയമില്ല. ഇതെല്ലാം ഞാനാകുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, എൻ്റേതാണെന്ന് അഭിമാനിക്കുന്നുണ്ട്. അതാണ് ഈ മായ എന്ന് പറയുന്നത്. അപ്പം ഞാനാണെന്നും അഭിമാനിക്കുന്നുണ്ട്, എൻ്റേതാണെന്ന്. എൻ്റെ കാലം എൻ്റെ കൈ എന്നില്ല, എൻ്റെ കൈ മുറിഞ്ഞൊന്നില്ലേ പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെ അഭിമാനിക്കേണ്ട. അതേപോലെ ഈ അക്ഷരപുരുഷൻ്റെ ശിരസ് ദ്വിലോകവും, കണ്ണുകൾ ചന്ദ്രസൂര്യനും, ചെവികൾ ദിക്കും, വാക്കുകൾ വേദങ്ങളും, വായു പ്രാണനും, ഹൃദയം വിശ്വവും, ഈ പ്രപഞ്ചവും, കാലുകൾ പൃഥ്വിയുമാകുന്നു. ഇത് സർവഭൂതാന്തരാത്മാ. നമ്മുടെ കാല് മുതൽ തല വരെ ഞാനെന്ന് അഭിമാനിക്കുന്നത് പോലെ ഈ സർവഭൂതങ്ങളെയും അഭിമാനിക്കുന്നുണ്ട്. തൻ്റേതാണെന്ന് തൻ്റെ ഒരു സ്ഥൂല ശരീരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. അതിൻ്റെ അന്തരാത്മാവായിരിക്കുന്നത് അക്ഷരപുരുഷൻ തന്നെയാണ്. അഗ്നി ദ്വിലോക അസൗവാലോകോ ഗൗതമാഗ്നി ഇത് ശ്രുതേ മൂർധ യസ്യ ഉത്തമാംഗ ശിരഃ. ഉത്തമാംഗം ശിരസാണ് അഗ്നി ദ്വിലോകം. ചക്ഷുഷി ചന്ദ്രശ്ച സൂര്യശ്ചൈതി ചന്ദ്രസൂര്യവും യസ്യ ഇതി സർവത്ര ആനുഷംഗ. ആരുടെയാണോ എന്ന് നമ്മൾ ഓരോരുത്തർക്കും ചേർത്തോണം. ആരുടെ ശിരസ്സാണോ ദ്വിലോകം, ആരുടെ കണ്ണുകളാണോ ചന്ദ്രനും സൂര്യനുമായിട്ടിരിക്കുന്നത്, ഒരു യസ്യ ഇതി സർവത്ര അനുഷംഗ കർത്തവ്യ. അസ്യ ഇത്യസ്യ പദസ്യ വക്ഷ്യമാണസ്യ യസ്യ ഇതി വിപരിണാമം കൃത്വ. ഇവിടെ യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നതിന് വിശ്വമസ്യ എന്ന് പറഞ്ഞിട്ടില്ലേ? പ്രാണോ ഹൃദയം വിശ്വം അസ്യ എന്ന് പറഞ്ഞല്ലോ. ഹൃദയം വിശ്വമാണ്. അപ്പോൾ അസ്യ എന്ന് പറഞ്ഞതിന് യസ്യ എന്നർത്ഥം പരിണാമം ചെയ്യണം. ഓരോരുത്തർക്കും ചേർക്കുകയും വേണം. യാതൊരുവൻ്റെയാണോ ഈ ശിരസ്, അപ്പോൾ യാതൊരുവൻ്റെയാണ് ഈ ശിരസ് നിരോഗമായിട്ടിരിക്കുന്നത്, ഈ അക്ഷരപുരുഷൻ്റെയാണ്. തദ്ദിശ ശ്രോത്രേ യസ്യ വാഗ് വിവൃതാശ്ച ഉദ്ഘാടിതാഹ. വാക്ക് വ്യക്തമായിരിക്കുന്ന ഈ വാക്കുകൾ ആ ഭഗവാന്റെ വാക്കാകുന്നു. പ്രസിദ്ധ വേദാഹ. വാക്കെന്ന് പറയുന്നത് വേദങ്ങളാകുന്നു. വായു പ്രാണഹ യസ്യ. യാതൊരുവൻ്റെയാണോ പ്രാണൻ വായുവായിരിക്കുന്നത്. ഹൃദയം അന്ധകരണം വിശ്വം സമസ്തം ജഗത് അസ്യ യസ്യ ഇത്യേത്. ആരുടെയാണോ അന്ധകരണം, അന്ധകരണത്തിൽ സമസ്ത ജഗത്തും, ഈ പ്രപഞ്ചം മുഴുവനും ആരുടെ അന്ധകരണത്തിലാണോ ഉള്ളത്. സർവം അന്ധകരണ വികാരമേവ ജഗൻ മനസ്യേവ സുഷുപ്തേ പ്രളയദർശനാത്. അന്ധകരണ വികാരമേവ ജഗത്. നമ്മുടെ അന്ധകരണത്തിൻ്റെ ഈ മനസ്സിൻ്റെ വ്യാപാരമാണല്ലോ നമുക്ക് പ്രപഞ്ചമായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മൾ ഓരോന്നും നമ്മൾ അന്ധകരണം ചെന്ന് അറിയുന്നതിനെയാണ് നമ്മുടെ മനസ്സിൻ്റെ തഥാകാര ആകുന്ന അതിനെയാണ് നമ്മൾ വിഷയമായിട്ട് അറിയുന്നത്. അങ്ങനെ അറിയുന്ന അന്ധകരണ വികാരമേവ ജഗത്. അന്ധകരണത്തിലുണ്ടാകുന്ന വികാരം, അതായത് അതിൻ്റെ വ്യാപാരം, അതാണ് ജഗത്. ജഗത് മനസ്സേവ, അത് മനസ്സ് തന്നെയാണ്. സുഷുപ്തേ പ്രളയദർശനാണ്. മനസ്സ് തന്നെയാണ് സകല വിഷയങ്ങളും എന്ന് പറയാൻ കാരണം സുഷുപ്തിയിൽ ഒന്നും അറിയുന്നില്ല, എല്ലാം പ്രളയിച്ചു പോകുന്നു. വിഷയങ്ങളെല്ലാം പ്രളയിച്ചു പോകുന്നു. കാര്യങ്ങളും കാരണങ്ങളും എല്ലാം പ്രളയിച്ചു പോകുന്നത് കൊണ്ട് ഈ മനസ്സ് തന്നെയാണ് ഈ പ്രപഞ്ചം, നമുക്ക് അനുഭവപ്പെടുന്ന പ്രപഞ്ചം. ജാഗരിദേവി തത ഏവ അഗ്നിവിസ്ഫുലിംഗവത് പ്രതിഷ്ഠാനാത്. ജാഗരിദേവി
അവിടെ ആദ്യം പറഞ്ഞ മന്ത്രത്തിൻ്റെ ഒരു അഗ്നിസ്ഫുലിംഗം, ഉറക്കത്തിൽ എല്ലാം വിലയിച്ചിരിക്കുന്നു. ഉണരുമ്പോൾ പലതും നമ്മൾ കാണുന്നു. എങ്ങനെ ഇത് കാണുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തീക്കരികൾ പോലെ, അതായത് ഈ അന്ധകരണത്തിൻ്റെ വൃത്തികളാണ് നമ്മൾ വെളിയിൽ കാണുന്നത്. അപ്പം അഗ്നികുണ്ഡം അതിൽ നിന്ന് ഓരോ തീപ്പൊരികൾ വന്നത് ആദ്യം പറഞ്ഞ ആ ഒരു ഉദാഹരണം പോലെ ഇവിടെ ഉണർന്നു വരുമ്പം എല്ലാം ഇങ്ങനെ ചെതറുന്നു. വിസ്ഫുലിംഗങ്ങൾ പോലെ മനസ്സിൻ്റെ വൃത്തികൾ ചെതറിപ്പോകും. ജാഗരിദേവി തഥൈവ അഗ്നിവിസ്ഫുലിംഗവത് പ്രതിഷ്ഠാനാത് യസ്യ ച പദ്ഭ്യാം ജാത പൃഥ്വി. പദ്ഭ്യാം യസ്യ പദ്ഭ്യാം പൃഥ്വി ജാത, യാതൊരുവൻ്റെ പാദങ്ങളിൽ നിന്നാണോ പൃഥ്വി ഉണ്ടായിരിക്കുന്നത്. ഏഷദേവ വിഷ്ണു അനന്തഃ പ്രഥമശരീരി ത്രൈലോക്യദേഹോപാധി സർവേഷാം ഭൂതാനാം അന്തരാത്മാ. ഈ അക്ഷരനാണ് അന്തരാത്മാവായിരിക്കുന്നത്. ഏഷദേവ വിഷ്ണു, ഈ ദേവൻ വിഷ്ണു തന്നെയാകുന്നു. അനന്തഃ, വിഷ്ണു എന്ന് പറയാൻ കാരണം സർവത്ര വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടും അനന്തനായതുകൊണ്ടും ഇതിന് നാശമില്ല. പ്രഥമശരീരി, പ്രഥമശരീരിയാണല്ലോ അവ്യക്തൻ, ഈ അവ്യാകൃതൻ അക്ഷരൻ. ത്രൈലോക്യ ദേഹോപാധി, ഇതിൻ്റെ ഉപാധി തന്നെ, ഈ പ്രഥമശരീരിയുടെ ഉപാധി തന്നെ സർവവും അതിൻ്റെ അകത്ത് ബീജരൂപത്തിലിരിക്കുന്നുണ്ട്. ത്രൈലോക്യ ദേഹോപാധി സർവേഷാം ഭൂതാനാം അന്തരാത്മാ. അപ്പം ഞാൻ എന്നുള്ളത് എൻ്റെ ശരീരത്തിൽ മുഴുവനും വ്യാപിച്ച് ഇതെല്ലാം എൻ്റെ ആത്മാവ് തന്നെയാണ്. അതായത് ഞാനെന്നാണ് ഞാൻ അഭിമാനിക്കുന്നത്. അതുപോലെ ഈ അക്ഷരനാണ് ഈ സർവ പ്രപഞ്ചത്തിൻ്റെയും കാരണം. അതിനെ മുഴുവനും ഈ അക്ഷരൻ പ്രഥമ ശരീരി ത്രൈലോക്യ ദേഹോപാധി സർവേഷാം ഭൂതാനാം അന്തരാത്മാ. എല്ലാത്തിലും അതിസൂക്ഷ്മമായിട്ടിത് ഞാനെന്ന് ഈ അന്തരാത്മാവ് അഭിമാനിക്കുന്നു. നമ്മളറിയുന്നില്ലെങ്കിലും ഇപ്പം ഞാൻ ഇതിനെ അഭിമാനിക്കുന്നു, പക്ഷെ എന്നെ ഇത് എൻ്റെയാണെന്ന് അഭിമാനിക്കുന്ന വേറൊരു തത്വം അന്തരാത്മാ. സഹി സർവഭൂതേഷു ദ്രഷ്ട ശ്രോത മന്ദ വിജ്ഞാത സർവ കാരണാത്മ. കാരണാത്മാ എന്നോ കരണാത്മാ? സർവകാരണ ആത്മാ എന്ന് വന്നുകൊണ്ടാണ് എനിക്കൊരു സംശയം. കാരണരൂപം എന്നർത്ഥം. സഹി സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ദ്രഷ്ടാവ്. നമ്മളിത് പ്രശ്നോപനിഷത്തിൽ പഠിച്ചത്. അതെ, എല്ലാത്തിലും ദ്രഷ്ടാവായി, ശ്രോതാവായി, മന്ദാവായി, വിജ്ഞാതാവായി. മന്ദാവെന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ, ഓരോന്നിനെ ചിന്തിക്കുന്നവൻ. വിജ്ഞാതാവെന്ന് അറിയുന്നത്. സർവ കാരണാത്മാ, എല്ലാത്തിനും കാരണമായി. പഞ്ചാഗ്നിദ്വാരേണ ചയാഹ സംസരന്തി. ഇപ്പം എങ്ങനെ ഈ അന്തരാത്മാ, എങ്ങനെ ഈ അക്ഷരൻ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സംസരിക്കുന്നു, എങ്ങനെയാണ് പറയാൻ പോകുന്നത്. പ്രജാസ്ഥാപി തസ്മാദേവ പുരുഷാത് പ്രജായന്തേ എത്തിച്ചത്. അപ്പോൾ ഈ ഇവിടെ പ്രജകൾ, ജീവന്മാർ പല രീതിയിലും സംസരന്തി, അതായത് ഈ ദ്വൈതരൂപമായ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രപഞ്ചം ഉണ്ടായത് താപി തസ്മാദേവ പുരുഷാത് പ്രജായൻ്റെ, ഈ പുരുഷനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായതെന്ന് പറയുന്നു. എന്നോട് വായിക്കല്ലേ. അഗ്നിർമൂർധ ചക്ഷുഷീ ചന്ദ്രസൂര്യോ ദിശശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദാഃ വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥ്വീ ഏഷ സർവഭൂതാന്തരാത്മാ. എല്ലാം അക്ഷരനാണ്. അക്ഷരനേക്കാളും പരനായിരിക്കുന്ന ആ പുരുഷൻ എല്ലാത്തിനും ചേതനത്വം, അത് ചേതനത്വം വേണമെങ്കിൽ ആ പരമാത്മാവ് വേണം. ചേതനത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആ പരമാത്മാവിനെ അറിയണമെങ്കിൽ ഇവിടെ ചെല്ലണം. ആദ്യം ഈശ്വരനെ അറിയണം, അക്ഷരനെ അറിയണം. തസ്മാദഗ്നിസ്സമിതോ യസ്യ സൂര്യ സോമാൽപർജന്യ ഓഷധയ പൃഥിവ്യാം പുമാൻരേതസ്സിഞ്ജതിയൂഷിതായാം ബഹ്വീ പ്രജാ പുരുഷാൽ സംപ്രസൂതാഃ. അതാണ് ഈ പഞ്ചാഗ്നി വിസ്തരിച്ച്
ചാന്തോഗ്യോപനിഷത്ത് വന്നിട്ടുള്ളത്. തസ്മാത് അഗ്നി സമിധോ യസ്യ സൂര്യ സോമാൽ പർജന്യ ഓഷധയ പൃഥ്വ്യാം പുമാൻ രേതസ്സിഞ്ചതി യോഷിതായാം ബഹ്വീ പ്രജാ പുരുഷാത് സംപ്രസൂതാ. തസ്മാത് അഗ്നി സമിധ യസ്യ സൂര്യ. ഈ അഗ്നി, അതിൽ നിന്നാണ്, ആ അക്ഷരത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഗ്നി സമിത്ത്, ഈ ഇന്ധനം വേണമല്ലോ അഗ്നി കത്തണമെങ്കിൽ. ഇവിടെ സമിത്ത് എന്താണ്? സൂര്യനാണ്. സൂര്യനാകുന്ന സമിത്ത് കൊണ്ട് കത്തുന്ന ഈ അഗ്നി എന്ന് പറയുന്നത് എന്താ പറഞ്ഞ ആകാശമാണ്. ദ്വിലോകമാകുന്നു. ഈ ദ്വിലോകം യാതൊന്നിനാണോ സൂര്യൻ സമിത്തായിരിക്കുന്നത്, ആ ദ്വിലോകം ഈ പുരുഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. തസ്മാത്, ആ പുരുഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സോമാത് പർജന്യ, ഇതിൽ നിന്നും സോമൻ ഉണ്ടാകുന്നതാണ്. സോമാത് പർജന്യ, ആ സോമനിൽ നിന്നും പർജന്യനുണ്ടാകും. പർജന്യൻ മേഘം. ഓഷധയ പൃഥ്വിയ, ഈ മേഘം ഉണ്ടായിട്ട് അത് പെയ്ത് അനേക സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഓഷധയ പൃഥ്വിയ, പൃഥ്വിയിൽ അനേക ഓഷധികളുണ്ടാകുന്നു. പുമാൻ രേതസ്സിഞ്ചതി യോഷിതായ, ഈ അനേക ഓഷധികളുണ്ടാകുന്നതിന് ജീവന്മാർ ഭക്ഷിക്കുന്നു. അതിൽ പുരുഷന്മാർ ഭക്ഷിച്ചിട്ട് ആ രേതസ് ഉണ്ടായിട്ട് അതിനെ യോഷിതായാം സിഞ്ചതി, യോഷിത്തിൽ പ്രവേശിപ്പിക്കുന്നു. ബഹ്വീ പ്രജ പുരുഷാൽ സംപ്രസൂതാഹ, ഈ പുരുഷനിൽ നിന്നും അനേകം പ്രജകളുണ്ടാകുന്നു. ഈ പഞ്ചാഗ്നി എന്ന് പറയുന്നത് ആദ്യത്തെ അഗ്നി ദ്വിലോകമാണ്. ദ്വിലോകം ഇന്നത്തെ മേഘം, മഴ, പുരുഷൻ, സ്ത്രീ, ഇങ്ങനെയാണ് പഞ്ചാഗ്നികൾ. അപ്പം തസ്മാത് അഗ്നി സമിധോ യസ്യ സൂര്യ, യസ്യ സൂര്യ സമിധ, യസ്യ യാതൊരുവനാണോ, യാതൊന്നിനാണോ, യാതൊരു അഗ്നിക്കാണോ സൂര്യൻ സമിത്തായിരിക്കുന്നത്, ആ ദ്വിലോകം തസ്മാത്, അതിൽ നിന്നാണ്, അവന് അക്ഷരപുരുഷനിൽ നിന്നുണ്ടായത്. സോമാത് പർജന്യ ഓഷധേയ പൃഥ്വിയാം പുമാൻ രേതസ്സിഞ്ചതി യോഷിതായാം ബഹ്വീ പ്രജാ പുരുഷാത് സംപ്രസൂതാഹ. തസ്മാത് പരമാത് പുരുഷാത് പ്രജാവസ്ഥാന വിശേഷരൂപ അഗ്നി. പുരുഷാത് പ്രജാവസ്ഥാന വിശേഷരൂപാത് അഗ്നി ഉണ്ടായി. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അഗ്നി ദ്വിലോകമാണ് ഭഗവാന്റെ ശിരസ്സെന്ന് പറഞ്ഞു, അക്ഷരപുരുഷൻ്റെ ശിരസ്സെന്ന് പറഞ്ഞു. ആ ശിരസ് അഗ്നി സവിശേഷിത സമിധോ യസ്യ സൂര്യ, അവിടെ സൂര്യനാണ് സമിത്ത്. സമിധ ഇവ സമിധ. സൂര്യേണ ഹി ദ്വിലോക സമിധ്യത, സൂര്യനെ കൊണ്ടാണ് ഈ ആകാശമൊക്കെ ഇങ്ങനെ നല്ല പ്രകാശരൂപമായിട്ടിരിക്കുന്നത്. സമിധ്യത തതഃ ഹി ദ്വിലോകാത് നിഷ്പന്നാത് സോമാത് പർജന്യ ദ്വിതീയ അഗ്നി സംഭവന്തി. ആദ്യത്തെ അഗ്നി ദ്വിലോകം, രണ്ടാമത്തെ അഗ്നി ഈ പർജന്യ, ദ്വിലോകത്തിൽ ഉണ്ടായിരിക്കുന്ന, ദ്വിലോകത്തിൽ നിന്നും ഉണ്ടായ സോമനിൽ നിന്നുമാണ് പർജന്യം എന്ന് പറയുന്ന മേഘങ്ങളുണ്ടാകുന്നത്. അതാണ് ദ്വിതീയ അഗ്നി. തസ്മാച്ച പർജന്യാത് ഓഷധേഹ പൃഥ്വിയാം സംഭവന്തി, ആ മേഘത്തിൽ നിന്ന് മഴ പെയ്ത് അനേക ഓഷധികളുണ്ടാകുന്നു പൃഥ്വിയിൽ. ഓഷധിപിശ്ച പുരുഷാത്മോ ഹുതാഭ്യ ഉപാദാനഭൂതാഭ്യ. ഉപാദാനം, ഈ ഓഷധികളാണ് ഉപാദാനം. ശരീരത്തിൻ്റെ മാത്രമല്ല, സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ഉപാദാനം ഈ ആഹാര സാധനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഉപാദാനഭൂതാഭ്യ ഈ പുരുഷാത്മൗ ഹുതാഭ്യ, പുരുഷാഗ്നിയിൽ ഹുതമായി, നമ്മൾ ആഹാരം കഴിക്കുന്നത് ഈ പുരുഷാഗ്നിയിലേക്കുള്ള ഹോമമാണ്. അങ്ങനെ ഹോമിക്കപ്പെട്ട അഗ്നിയിൽ നിന്നും, ആഹാര സാധനങ്ങളിൽ നിന്നും അതാണ് ഉപാദാനം. അതിൽ നിന്ന് പുമാൻ അഗ്നി, ഈ പുരുഷാഗ്നൗ ഹുതാഭ്യ, പുരുഷനിലേക്ക്. ഇപ്പം ഇവിടെ ഹോമമാണ് നടക്കുന്നത്. ദ്വിലോകം ഉണ്ടായി, ദ്വിലോകത്തിൽ നിന്ന് പർജന്യൻ
വന്നു ഈ പർജന്യനെ ഭൂമിയിലേക്ക് ഹോമിച്ചു. സോമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് നിഷ്പന്നമായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ലോകത്തിൽ നിന്ന് നിഷ്പന്നമായ സോമനിൽ നിന്നും. സോമൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ് ഇത് വർദ്ധിക്കുന്നതെന്ന് വേറൊരു ഉപനിഷത്തിൽ. മേഘം ഉണ്ടായിട്ടല്ലേ മഴ പെയ്യുന്നു, മഴ പെയ്തിട്ടല്ലേ ഇതൊക്കെ വർദ്ധിക്കുന്നത്. ഇതിന് കാരണഭൂതമായിരിക്കുന്ന ചന്ദ്രനെ കൊണ്ടാണ് ഔഷധികൾ വർദ്ധിക്കുന്നത് എന്ന് വേറൊരു ഉപനിഷത്തിലുണ്ട്. ഔഷധി പുരുഷനാകുന്ന അഗ്നിയിലേക്ക് ഹോമിക്കുന്നു. പുമാൻ അഗ്നി രേതസ്സിൻ്റെത് യോഷിതായാം യോഷാഗ്നവോ സ്ത്രീയാമിതി. യോഷിത്താകുന്ന അഗ്നിയിലേക്ക് ഹോമിക്കുന്നു. ഏവം ക്രമേണ ബഹ്യപ്രജാഃ ബ്രാഹ്മണാദ്യാഃ പുരുഷാത് പരസ്മാത് സംപ്രസൂതാഃ സമുത്പന്നാഃ. ഇങ്ങനെ അനേകം പ്രജകളുണ്ടാകുന്നു. അപ്പം ഈ മറ്റിടത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ പഞ്ചാഗ്നിയെ പറഞ്ഞിരിക്കുന്നത് ഒരു വൈരാഗ്യം ഉണ്ടാക്കാനുള്ള പ്രകരണമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അഗ്നി വന്നു, ഈ മേഘം ഇങ്ങോട്ട് വർഷിച്ചിട്ട് ഇത് എന്നാണ് ഒരു പുരുഷനിൽ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആർക്കും. ഇതെവിടെങ്കിലും വേറെ വല്ല മരുഭൂമിയിലോ അവിടെ എവിടെയെങ്കിലും ആണ് പോയി കിടക്കുന്നതെങ്കിൽ അവിടെ കിടക്കും. വല്ല വെള്ളത്തിലൊക്കെ ആണെങ്കിൽ വല്ല മനുഷ്യ ശരീരം കിട്ടുന്നില്ല, വല്ല മീനുമൊക്കെ തിന്ന് അങ്ങനെ ഇതിനിപ്പം ഒരു പശു അതിനെന്നെങ്കിൽ ഒരു പശുവല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനിൽ വന്നിട്ട് ആ അഗ്നിയിൽ നിന്നും സ്ത്രീയിൽ വരണം. അപ്പോൾ അത് നല്ല പുണ്യം ഉണ്ടെങ്കിലേ വരുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ വേറെ ഇങ്ങനെ കറങ്ങി നടക്കും അനേക ജന്മങ്ങൾ. പുണ്യം ഉണ്ടെങ്കിൽ ആ പുരുഷാഗ്നിയിൽ തന്നെ പ്രവേശിച്ച് അത് സ്ത്രീയിൽ പ്രവേശിച്ച് പുരുഷാത് പരസ്മാത് സംപ്രസൂതാഃ അനേകം പ്രജകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ പുരുഷനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ അക്ഷരപുരുഷനിൽ നിന്നും അക്ഷരപുരുഷൻ്റെ സ്വരൂപം പറഞ്ഞു. അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യോ ദശശ്രോത്രേ വാഗ് വിവൃതാശ്ച വേദാഃ വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പഥ്യാം പൃഥ്വീ ഹേഷ സർവഭൂതാന്തരാത്മാ. നമ്മൾ ഈ ആകാശം മുതൽ ഭൂമി വരെ കാണുന്ന സകലതിൻ്റെയും അന്തരാത്മാവായിരിക്കുന്നത് ഈ പുരുഷനാകുന്നു. അത് വിരാടല്ല ടീച്ചർ, അന്തരാത്മാവ് അഗ്നിർമൂർധാന്ന് പറയുന്നത് ഒരു വിരാട് സ്വരൂപമല്ലേ. അപ്പോൾ ആ ഭാഷത്തിൽ ഹിരണ്യഗർഭൻ വിരാട്ടിനല്ലേ ഇവിടെ ഈ നിർമൂർധ എന്നുള്ളതുകൊണ്ട്. അല്ല ഇവിടെ പിന്നെ അനേക പ്രജകൾ ഉണ്ടാകുന്നതിന് മുമ്പിലത്തെ കാര്യമില്ലേ പറഞ്ഞു. പ്രജകൾ ഉണ്ടായി കഴിയുമ്പോഴല്ലേ വിരാട്ട് അഭിമാനിക്കുന്നു. അപ്പം ഇതെല്ലാം ബീജമായിട്ട് ഈ അക്ഷരനിലിരിക്കുന്നു എന്നാണ്. അക്ഷരനിലിരിക്കുന്നു. ഇതൊക്കെ അക്ഷരനിലിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഇതൊക്കെ ഇതുപോലെ സൃഷ്ടി ചെയ്തു കഴിഞ്ഞാലും ഓരോ പേരൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ എല്ലാം അന്തരാത്മാവായിട്ട് അക്ഷരവൃക്ഷം തന്നെയാണുള്ളത്. ആ വിരാട് ഭാവത്തിൽ വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ സൂര്യനും പറഞ്ഞു ആ സൃഷ്ടിയെ പറയുകയാണ്. ഇതെല്ലാം സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുകയാണല്ലോ ഈ അക്ഷരനിലെ. സൂര്യനും ചന്ദ്രനും വിരാട്ടും ഇതെല്ലാം അല്ലേ ഈ സൂക്ഷ്മമായിട്ടുണ്ടാകുമ്പോൾ അതിനെ അല്പം ആദ്യം ഉണ്ടാകുന്നത് അക്ഷരം, ആദ്യം ഉള്ളത് ഉണ്ടാകുന്നതല്ല. പിന്നെ അതിൽ നിന്നും ഉണ്ടാകുന്നത് ഹിരണ്യഗർഭൻ, അതിൽ നിന്നുണ്ടാകുന്ന വിരാട്. ഇതെല്ലാം ഈ അന്തരാത്മാവായിട്ടിരിക്കുന്നു എന്നാണ്. എല്ലാം ബീജരൂപത്തിൽ അന്തരാത്മാവിലിരിക്കുന്നു. അപ്പോൾ ഇത് ഹിരണ്യഗർഭനായിട്ടാണോ ഇതെന്നല്ല, അങ്ങനെയല്ല. ഹിരണ്യഗർഭനും ഈ വിരാട്ടും എല്ലാം തന്നെ ബീജരൂപത്തിൽ അതിൽ തന്നെ ഇരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. സ്വപ്നത്തിൽ കണ്ട സ്വപ്നത്തിൽ അനേക കാര്യങ്ങൾ കാണുന്നു. അതെല്ലാം തിരിച്ചു വന്ന് ഇതെല്ലാം എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? ഞാൻ വലിയൊരു എന്തെങ്കിലും എനിക്ക് ഒരുപാടുള്ളതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ട് വേണമെന്ന് വരുമ്പോൾ ഇതെൻ്റെയാന്ന് പറഞ്ഞാൽ വല്ല പ്രയോജനം എന്ന് പറയുന്ന പോലെ ഈ വിരാട്ട് എന്നൊക്കെ ഒരു പേര് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം അന്തരാത്മാവ്. ഇതിൻ്റെ എല്ലാം അന്തരാത്മാവ് പറഞ്ഞാൽ അത്
ഈ സ്വപ്നത്തിന് മുമ്പ് അല്ലെങ്കിൽ സ്വപ്നം കഴിഞ്ഞ് എന്താണോ നമുക്കുള്ളത്, അതേപോലെ ഈ സൃഷ്ടി ഉള്ളപ്പോഴും സൃഷ്ടി ഇല്ലാത്തപ്പോഴും എല്ലാം ഇത് അക്ഷരനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളൊട്ടും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ആരെങ്കിലും പറയുമ്പോഴാണ് ഇതിങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ചർച്ച വെച്ചിരിക്കുന്നത്, ഈ ചോദ്യോത്തരം സമ്പാദ്യവിദ്യ. അക്ഷരാതീതം, അക്ഷരം, ബാക്കി പിറന്ന ഹിരണ്യഗർഭനും എന്തൊക്കെ അറിയപ്പെടുന്നു അതെല്ലാം അക്ഷരൻ്റെ ഇതെല്ലാം ക്ഷരങ്ങളും അതും അക്ഷരൻ ഇതിനെ വെച്ചുകൊണ്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അക്ഷരൻ്റെ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് അതിലും ശ്രേഷ്ഠം എന്ന് അക്ഷരനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ അക്ഷരൻ അങ്ങനെയാണെങ്കിൽ മായ സത്യം എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതും സത്യമല്ല. അക്ഷരാതീതം എന്താണെന്ന് മനസ്സിലാക്കാൻ അവിടം വരെ ചെന്നെങ്കിലേ, ഇപ്പം നമ്മളവിടം വരെ ചെന്നെങ്കിലല്ലേ, അവിടം വരെ കൊണ്ടുപോയിട്ടല്ലേ അങ്ങോട്ട് നോക്കാൻ പറയണ്ടേ.